ആന്റി നാർക്കോട്ടിക് സെല്ലും NSSും കൂടി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ആചരണം ഇവിടെ നടത്തുകയാണ്. ഈ വെബിനാർ ഡ്രഗ്സ് ആൻഡ് യൂത്ത് അഡിക്ഷൻ ഓർ അബ്ഡക്ഷൻ എന്ന വെബിനാർ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ ഉതകുന്നതാവുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും മുന്നിലും വയ്ക്കുകയാണ്. 1987 ഡിസംബറിലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. ചൈനയിലെ കറുപ്പ് വ്യാപാരത്തെ ചെറുത്തു നിർത്താനായിട്ട് ലീൻ സെക്സു എന്ന ചെറുപ്പക്കാരൻ നടത്തിയ ശ്രമങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. എല്ലാ വർഷവും അതിൻ്റെതായ പ്രമേയങ്ങൾ ലോക ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് കൊണ്ടുവരാറുണ്ട്. ഈ വർഷത്തെ പ്രമേയം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് സേവ് ലൈഫ് എന്നതാണ്. നമ്മുടെ യുവജനങ്ങളെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഈ ലഹരി മാഫിയയെ സമൂഹത്തെ വളരെയധികം ഭയപ്പെടുത്തുന്നതാണ്. അതിനെ തടഞ്ഞു നിർത്താനായിട്ട് കൂട്ടായ ഒരു ശ്രമം ആവശ്യമാണ്. പുതിയ ബൈക്ക്, വില കൂടിയ മൊബൈൽ ഫോൺ തുടങ്ങിയ ആകർഷിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ ആകർഷിക്കുന്ന കുറെ വസ്തുതകൾ തുറന്നു വെച്ചുകൊണ്ട് അതിലേക്ക് ലഹരിയുടെ ലാഭക്കണക്കുകൾ കൂടെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ യുവതയെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നത്. ഇതിൽ നിന്ന് യുവജനങ്ങളെ രക്ഷിക്കാൻ ബോധവൽക്കരണം അത്യാവശ്യമാണ്. കുടുംബങ്ങളിലെ സ്നേഹ കവചവും സമൂഹത്തിന്റെ ഒരു മേൽക്കണ്ണും നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നും രക്ഷിക്കട്ടെ. ഇന്നത്തെ ഈ വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അനീഷ്യ മിസ്സിനെ യോഗത്തിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തുന്ന പ്രിൻസിപ്പൽ അജിംസ് പി മുഹമ്മദ് സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യോഗത്തിലെ മുഖ്യാതിഥി വിമുക്തി സെല്ലിലെ അതേപോലെ പൊന്നാനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ റിസോഴ്സ് പേഴ്സൺ ആയ ശ്രീ ഗണേശൻ സാറിനെ സ്നേഹപുരസരം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിലേക്ക് ആശംസ അർപ്പിക്കാനായി നമ്മുടെ സെക്രട്ടറി റഷീദക്ക വന്നിട്ടുണ്ട്. റഷീദക്കയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിക്കാനായി എത്തിച്ചേർന്ന ആന്റി നാർക്കോട്ടിക് സെല്ലിലെ കൺവീനറായ അക്ബർ സർ, NSSലെ പ്രോഗ്രാം ഓഫീസറായ മുജീബ് സർ, നന്ദി പ്രകാശിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആന്റി നാർക്കോട്ടിക് സെല്ലിലെ കൺവീനർ റഹീന മിസ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിന്റെ അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നുസ്രത്ത് മിസ്, കമ്പ്യൂട്ടർ സയൻസിലെ വിദ്യാർത്ഥികൾ, NSSലെ വിദ്യാർത്ഥികൾ, ആന്റി നാർക്കോട്ടിക് സെല്ലിലെ മുഴുവൻ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you so much, ma'am. Next, I invite Srimati Anisha C, Assistant Professor, Department of Computer Science, for the presidential address. Ma'am, please. Hello. Ma'am, audible. Respected Principal, Dr. Ajims P. Muhammad, Secretary and Correspondent of MAS Panani College, Shri Muhammad Rashid, our Chief Guest, K. Ganeshan, Vimukti Resource Person, dear colleagues and participants from various colleges, a very warm good morning to one and all. It is very pleasant morning and it is very glad to see all of you on this platform. As we all know, we are celebrating the International Anti-Drug Day. Every year, it is being celebrated on 26th of June.
We all know the importance of this day. Nowadays, drug addiction is a very severe problem around the whole world. Parents, guardians, teachers, and the public have also been deeply worried about the consequences of alcohol and drug abuse in the family, social, and personal life. And our youth is very much vulnerable to the use of drug and alcohol. So it is the need of our to give an awareness to the children at any cost. The theme of Anti-Drug Day 2021 is to share facts on drugs and save life. Our principal, Dr. Ajin P. Mohammed, is here, and we are very happy to have him to inaugurate this program. And I'm sure he will extend his wholehearted support in the future also. Our secretary and correspondent, Mr. Muhammad Rashid, sir, is with us. I'm sure that there's no need for an introduction about him, and he's familiar to all of us. He has been offering full support for all the programs. And our resource person, here we are very lucky to have our eminent personality, Mr. Ganeshan, who is faculty from Excise Department and is currently working in Ponani Circle. I'm very happy to say you that he's such a resourceful person to share his knowledge in his field and to influence the youth of our college. I'm sure that we will have a wonderful time with him. So I have no doubt that this class is going to be a marvelous one, which he share his experience and knowledge in this field. Mr. Akbar, then Dr. K.M. Mujib Rahman and Muhammad Rashid sir is here for felicitations. Even though we people are not seeing each other on the real platform, all the faculty of department has struggled a lot to make this program a reality. We know that the students are lacking social relaxations and they are not getting positive vibes that they are used to get in the college days. We are trying our best to give our students the platform to share their worries, anxieties, interests, ideas, etc. And my students, really, I'm thankful to all my students for eagerly waiting for each programs. Actually, your support is the backbone of all the programs. Once again, I welcome all of you to the webinar on drugs and youth, addiction or abduction. Thank you. Thank you, ma'am. Now, I sincerely welcome our dear Principal Sir, Dr. Ajin P. Mohammed, for the inaugural address. Sir, please. Thank you, Lamia. നമ്മുടെ ഇന്നത്തെ ഈ ഒരു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ ഒരു വെബിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായ ശ്രീ ഗണേഷ് സർ, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റും ആന്റി നാർക്കോട്ടിക് സെല്ലും NSS യൂണിറ്റ്സിന്റെ ഭാരവാഹികൾ, ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ അനീഷ്യ, അതോടൊപ്പം തന്നെ കോളേജിന്റെ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റായ ശ്രീ മുഹമ്മദ് റഷീദ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മറ്റ് സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കോളേജിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സാധാരണ ഗൂഗിൾ മീറ്റിൽ 100 പേരാണ് മാക്സിമം പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ സമീപകാലം നടത്തിയ എല്ലാ പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃത്യം 100 പേര് പങ്കെടുക്കുകയും ബാക്കിയുള്ളവർ യൂട്യൂബിൽ ഈ പ്രോഗ്രാം വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതെല്ലാം കാണിക്കുന്നത് ഈ ഒരു ദിനത്തിന്റെ പ്രസക്തി എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ലഹരി ഏറ്റവും കൂടുതൽ പടർന്ന് പിടിച്ചിരിക്കുന്നത് അത് ഏത് രീതിയിലുള്ള ലഹരിയാണെങ്കിലും, മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ലഹരിയാണെങ്കിലും
അത് പെട്ടെന്ന് ആകർഷിക്കുന്നത് തീർച്ചയായിട്ടും യുവജനങ്ങളെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കളെ ഇതിനകത്തേക്ക് ആകർഷിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടാലും പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു പ്രായമാണ് ആ ഒരു യുവ സമൂഹത്തിൻ്റെത്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ച ഒരു കാര്യമാണ്. അതായത് ഒരു 2-3 ദിവസം മുന്നേ ഒരു അധികം പ്രായമുള്ള പ്രായമില്ലാത്ത ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിന്റെ ഈ ഒരു കച്ചവടവും അല്ലെങ്കിൽ ഇതിന്റെ ഉപയോഗത്തിലേക്കൊക്കെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സൂപ്പർ ബൈക്കും സൂപ്പർ മൊബൈലും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും വില കൂടിയ ബൈക്ക് വാങ്ങുക, ഏറ്റവും വില കൂടിയ മൊബൈൽ മേടിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് സമീപകാലത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന വലിയൊരു സംഭവം, സ്വന്തം മാതാപിതാക്കളെ ലഹരിക്ക് അടിപ്പെട്ട് അവരെ ദിനം പ്രതി പീഡിപ്പിച്ച്, അതായത് ശാരീരികമായി ഒക്കെ ഉപദ്രവിച്ച് അവരെ കൊലപ്പെടുത്തിയ ഒരു മകന്റെ ചരിത്രം ഒരു 3-4 വർഷം മുന്നേ നമ്മുടെ സമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടെ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്ത് ചെയ്യാനുമുള്ള ഒരു ധൈര്യമാണ് ഇത് ഉപയോഗിക്കുന്നത് വഴി യുവജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ദിനാചരണം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ മറ്റേ ക്ലാസ്സുകൾ കൊടുക്കുന്നു. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 365 ദിവസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രവർത്തനമായിട്ട് മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിനം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു ബോധവൽക്കരണമായിട്ട് മാത്രം കാണാതെ ഇത് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകൾ, ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് കോളേജ് ക്യാമ്പസുകളിലാണ്. കാര്യം വെറുതെ ഒരു തമാശയ്ക്ക് ഇതൊക്കെ തുടങ്ങി പിന്നീട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ ആളാവാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും എന്നുള്ള ഒരു തോന്നൽ വഴി ഒക്കെ ഉപയോഗിച്ച് പിന്നീട് അതിന് അടിപ്പെട്ട് പിന്നീട് അതിൽ നിന്നും ഒരു കാരണവശാലും തടി ഊരാനായിട്ട് പറ്റാതെ വരുന്ന ഒരു വാർത്തയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ മദ്യത്തിന്റെ കണക്കാണെങ്കിൽ ഇപ്പൊ സംസ്ഥാന സർക്കാർ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് ബാറുകളൊക്കെ തുറന്നു കൊടുത്തപ്പോൾ അല്ലെങ്കിൽ മദ്യ വിൽപ്പന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ, റെക്കോർഡ് വിൽപ്പനയൊക്കെ നടന്നതൊക്കെ നമുക്ക് വായിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ മാറ്റി നിർത്തിയാലും ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ അതിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കുന്നതിൽ ജനങ്ങൾ വളരെ ജാഗരൂകരാണ്. അത് ഇതിനെല്ലാം മറികടക്കാനായിട്ട് വേണ്ടത്ര ബോധവൽക്കരണം നൽകുക, അല്ലെങ്കിൽ ഇതിന്റെ വിപത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ബോധവൽക്കരണങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുക. എന്ത് തന്നെയാണെങ്കിലും വളരെ സന്തോഷം, നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് നമുക്ക് പറ്റിയ റിസോഴ്സ് പേഴ്സണെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വിമുക്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഇതുപോലെയുള്ള കാര്യങ്ങളുടെ റിസോഴ്സ് പേഴ്സണായ ശ്രീ ഗണേശൻ സാറിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച 3 ഡിപ്പാർട്ട്മെന്റുകളാണ്, കോളേജിലെ ആന്റി നാർക്കോട്ടിക് സെല്ലും NSSഉം കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റും അസോസിയേറ്റ് ചെയ്ത് IQAC-യുടെ സപ്പോർട്ടോട് കൂടി ആണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യ അവസാനം ഇതിനകത്ത് വെറും ഒരു പ്രഭാഷണം മാത്രമല്ല എനിക്ക് തോന്നുന്നത്. സാർ ഉദ്ദേശിക്കുന്ന ഒരു പ്രഭാഷണം മാത്രമായിരിക്കില്ല. കാര്യം കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു മറുപടിയൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷനായി തന്നെ ഇതിനെ മാറ്റണം, കൂടുതൽ ലൈവാക്കി ഈ പ്രോഗ്രാം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you so much, sir, for your words. Moving on. Now, I invite our Secretary and Correspondent, MES Ponani College, Sri M.K. Mohammad Rashid, sir, for the felicitation. Sir, please. Thank you. Thank you very much. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അജിം സർ, ഇന്നത്തെ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരെ, പുതുതായിട്ട് നമ്മുടെ ക്ലബ് ആൻഡ് സെൽസൊക്കെ പുനഃസംഘടിപ്പിച്ചപ്പോൾ NSSൻ്റെ തലപ്പത്ത് വന്നിട്ടുള്ള ആശ ടീച്ചർ, മുജീബ്, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ പ്രാധാന്യവും വളരെ വ്യക്തമായി പ്രിൻസിപ്പൽ ഇവിടെ പറയുകയുണ്ടായി. കൂട്ടത്തിൽ പറയട്ടെ, ഈ വിഷയം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് മാനേജ്മെൻറ്റും എപ്പോഴും
എടുക്കാറുള്ളത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ ഉള്ള കുട്ടികളുടെ കാര്യത്തിൽ നമുക്കറിയാം വളരെ വിശാലമായ ഒരു ക്യാമ്പസാണ് നമ്മൾ. ഏതാണ്ട് 25 ഏക്കറോളം പരന്നു കിടക്കുന്ന വലിയൊരു ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ സമയത്തും നമ്മുടെ ശ്രദ്ധ എത്തിക്കൊള്ളണമെന്നില്ല. പലപ്പോഴായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും പരാതികൾ കേൾക്കാറുണ്ട്. പല അനാശാസ്യ രീതികളിലുള്ള കൂടിച്ചേരലുകളൊക്കെ പലയിടത്തായിട്ട് കാണുന്നുണ്ട്, കേൾക്കാറുണ്ട് എന്നുള്ളത് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും സമീപ പ്രദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഒന്ന് പറയാറുണ്ട്. നമ്മൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഈ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ വളരെ ഗൗരവമായിട്ട് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യുവാക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ എന്ന് മാത്രമല്ല മൊത്തം ജനങ്ങളെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു മാരകമായ ഒരു രോഗമെന്ന് വേണമെങ്കിൽ, അതിനേക്കാൾ വലിയ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ ഇതിൽ നിന്ന് എങ്ങനെ മോചിതരാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ചർച്ചകളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ കോളേജ് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് 3 വർഷം നമ്മുടെ തൊട്ടടുത്ത സ്കൂളിലെ സെക്രട്ടറി ആയി. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉണ്ട്. ഹൈസ്കൂളിലെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഒരു ദിവസം എന്നോട് വളരെ സ്വകാര്യമായിട്ട് പരാതി പറഞ്ഞു. പുറമേ നിന്നുള്ള ചില ആൾക്കാർ അവിടെ സമീപ പ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങുകയും കുട്ടികളുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. വളരെ ഞെട്ടിക്കുന്ന ഒരു അത് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി, കുട്ടികളിൽ നിന്ന് അന്വേഷണം നടത്തിയപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഒരു പ്രത്യേക ഒരു സംഘം പുറത്തുനിന്നുള്ളവർ വന്ന് കുട്ടികളെ അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവർക്ക് പൈസ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ ഏൽപ്പിച്ച് അത് അവരുടെ ഇടയിൽ വിതരണം ചെയ്യുന്ന ഒരു രീതി തുടങ്ങി വെച്ച സമയം ഉടനെ തന്നെ അതിന് വേണ്ട തക്കതായ നടപടികൾ, അന്നൊരു മികച്ച പോലീസ് ഓഫീസറായിരുന്നു നമ്മുടെ പൊന്നാനിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹവുമായി ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം അതിൻ്റെ ആ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും പ്രത്യേകമായ ഒരു നിരീക്ഷണം അവിടെ ഏർപ്പെടുത്തുകയും ചെയ്ത അന്ന് മുതൽ തന്നെ ആ പുറമേ നിന്നുള്ള ആൾക്കാരെ ഉള്ള വരവ് നിന്ന്. പക്ഷേ ഈ കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയും അവർക്കൊരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ കുട്ടികളെ, അന്നത്തെ ഷീബ ടീച്ചറും മറ്റുള്ള അധ്യാപകരും കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്തു. ആ കുട്ടികളെ പൂർണ്ണമായും അതിൽ നിന്ന് മോചിതനാക്കാൻ നമുക്ക് സാധിച്ചു. അതിനുശേഷം വളരെ വളരെ സൂക്ഷ്മതയോടും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വളരെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അവിടെ പോകുന്നതിന് ശേഷം കോളേജിൽ വന്നതിന് ശേഷം കോളേജിൽ 10-12 വർഷമായിട്ട് ഞാൻ ഉണ്ടല്ലോ, മാനേജിംഗ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ തന്നെ പലപ്പോഴും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഒരു വർഷം മുമ്പ് തന്നെ നമ്മുടെ പഴയ ഹോസ്റ്റൽ പൊളിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് അവിടെ ആരോ ഉണ്ടെന്നുള്ള അറിഞ്ഞിട്ട് ഞങ്ങൾ പുറമേ നിന്നുള്ള 1-2 ആൾക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് അവിടെ പോവുകയും അവരെ പിടികൂടുകയും ചെയ്തു. അത്ഭുതകരം എന്ന് പറയട്ടെ, അതിലുണ്ടായിരുന്നത് 5 കുട്ടികൾ, ഏതാണ്ട് ഒരു 18-22 വയസ്സിന് ഇടയിൽ പ്രായമുള്ള കുട്ടികളായിരുന്നു. അവരിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്ത് കൊടുന്ന് പോലീസിൽ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഈ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കളെ ഞങ്ങൾ വിളിച്ചു വരുത്തി. രക്ഷിതാക്കളൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ അവർക്കിതേക്കുറിച്ച് അറിയില്ല, കുട്ടികൾ എങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്കറിയില്ല. അവർ വന്ന് കരച്ചിലൊക്കെ ആയി, നമ്മളെ കാല് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കരുത്. പക്ഷെ നമ്മുടെ വിദ്യാലയത്തിലുള്ള ആരും ഉണ്ടായിരുന്നില്ല, കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, സമീപ പ്രദേശത്തുള്ള കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും അപ്പോൾ അതിൻ്റെ ഞാൻ ആലോചിക്കുകയാണ് എത്ര വ്യാപ്തി അതിനുണ്ടെന്നുള്ളത്. നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതിൻ്റെ വളരെ വ്യാപകമായ രീതിയിൽ ഇതിൻ്റെ വിപണനം നടക്കുന്നുണ്ട്. പല രീതിയിലും നമ്മൾ പോലീസിന് ഇവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ പറയാറുണ്ട്, ചിലതൊക്കെ പിടിച്ചെടുക്കാറൊക്കെ ഉണ്ട്, ആക്ഷനൊക്കെ വരാറുണ്ട്. തോന്നുന്നു പൂർണ്ണമായിട്ടും അതിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോട് തന്നെ, നമ്മുടെ ഇത് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളോട് തന്നെയാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ അതിനെതിരായ ശക്തമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട്.
വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെയുണ്ട്. അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും മാനേജ്മെന്റും ഒക്കെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ബോധത്തോടു കൂടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു മുന്തിയ പരിഗണന ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് NCC, കായിക വിഭാഗം, NSS, അതുപോലെയുള്ള കോളേജിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും അതിൽ കീഴിൽ വരുന്ന എല്ലാവരും ഈ കാര്യത്തിലൊരു പ്രഥമ പരിഗണന ഇതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസ്താവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ തന്നെയും നമ്മളിപ്പോൾ ഇത് മൊത്തം എടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു കാർന്നു തിന്നുന്ന ഒരു 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 അർബുദം പോലെയുള്ള ഒരു സംഗതിയാണ് ഈ ലഹരിയുടെ സ്വാധീനം. അത് ഇന്നലെയൊന്നും തുടങ്ങിയിട്ടില്ല. വളരെ കാലം മുമ്പ് തന്നെ ഇത് പല രീതിയിലുള്ള ലഹരികളിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് അതിനെ കീഴ്പ്പെടുത്താൻ പറ്റും, കുട്ടികളെ നമ്മുടെ യുവാക്കളിൽ നിന്ന്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, 15 വയസ്സ് 14-15 വയസ്സ് വരുന്ന കുട്ടികളെയാണ് അവർ സ്വാധീനിച്ചു കൊണ്ടുപോയത്. അപ്പോൾ എത്രത്തോളം എത്രത്തോളം അടിയിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടിയിൽ നിന്ന് സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ, കോളേജ് അത് കഴിഞ്ഞിട്ടാണല്ലോ കോളേജിൽ വരുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഇതിൽ നിന്ന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചിതരാകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല കൗൺസിലിങ്ങും ഇതൊക്കെ ഇപ്പോൾ നേരത്തെ അജിം സാറ് പറഞ്ഞു, ഒരു കുടുംബത്തിലെ മകന് ഇതിനടിമപ്പെട്ടിട്ട് മാതാപിതാക്കളെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു സാറ് ഇത് നമ്മുടെ അടുത്ത് തന്നെ തിരൂർ എന്ന് പറയുന്ന വെട്ടത്ത് പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും പ്രശസ്തമായ, അതിപുരാതനമായ ഒരു പ്രശസ്തമായ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. എൻ്റെയൊക്കെ ഒരു അകന്ന ബന്ധു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ മാതാവിനെ കൊലപ്പെടുത്തിയതൊക്കെ വാർത്തയിൽ വളരെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നുണ്ട്. അങ്ങനെ പല കേസുകളും നമുക്ക് പത്രമാധ്യമങ്ങളിൽ നിന്നും ദൃശ്യമാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കതിൽ ചെയ്യാനുള്ളത്, നമുക്ക് നമ്മുടെ കോളേജുകളിൽ ശക്തമായ ഇതിനുള്ള പ്രതിരോധമൊക്കെ ഉണ്ട്, വളരെ ശക്തമായ രീതിയിലുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ്, ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള കൗൺസിലിംഗ് എല്ലാം നമ്മളതിന് കൊടുക്കാൻ തയ്യാറാണ്. മാനേജ്മെൻറ്റും അതിൽ വളരെ 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 ജാഗരൂകമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കും. എന്തായാലും ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് തന്നെ കയറാൻ പറ്റിയില്ല, കാരണം 100 ആൾക്കാർ കൂടുതൽ വന്നതുകൊണ്ട് കയറാൻ പറ്റാത്തത് കാരണം ഞാൻ ഇന്നത്തെ ആശ ടീച്ചറെ വിളിച്ചിട്ട് അവർ 2-3 ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം തോന്നുന്നു എനിക്കിതിൽ കയറാൻ പറ്റി. അപ്പോൾ ഇതിൽ വിദ്യാർത്ഥികൾ കാണിക്കുന്ന താല്പര്യത്തിന് പ്രത്യേകം നന്ദിയുണ്ട്. നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഇത്തരം ഈ തിന്മകളെ പ്രതിരോധിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിൽക്കണം. മാത്രമല്ല, വളരെ ലഹരിമുക്തമായ ഒരു സമൂഹത്തെയാണ്, ക്യാമ്പസിനല്ല ഞാൻ പറയുന്നത്, ഒരു സമൂഹത്തെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരിൽ നിന്നും, നമ്മുടെ അയൽക്കാരെ എല്ലാവരെയും ബോധവൽക്കരിക്കേണ്ട ഒരു ചുമതല കുട്ടികളെ നിങ്ങൾക്കുണ്ട്. നിങ്ങളാണത് ഏറ്റെടുക്കേണ്ടത്. അത് നല്ല രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കണം. ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺ, അത് അദ്ദേഹം കഴിഞ്ഞ വർഷവും മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എന്നുള്ള കാര്യം വളരെ ഇവിടെ പ്രസ്താവിക്കട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, സാറ് പറഞ്ഞ മാതിരിയുള്ള എന്തൊക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതിൻ്റെ എല്ലാ സംഘാടകരും പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you so much, sir, for your words. Next, I invite Joint Convener of Jeevanam Anti-Narcotic Cell, Shri Akbar K, to have few words. Sir, please. Akbar sir not here. അക്ബർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അക്ബറിന് അടിയന്തരമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു അസൗകര്യം എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ അറിയിച്ചു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹം സൗകര്യം അറിയിച്ചിട്ടുണ്ട്. Okay. Moving on. Now, I call upon Program Officer of NSS, Dr. K.M. Mujib Rahman, sir, to have few words. Sir, please. Hello, കേൾക്കാമോ? Yes, sir. കേൾക്കാം. മനസ്സ് നന്നാവട്ടെ.
NSSന്റെ ചാർജ് ഏറ്റെടുത്തിട്ട് ആദ്യത്തെ ഒരു പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അജിം സാർ, ഈ പരിപാടിയിൽ ചർച്ച ചെയ്തും ക്ലാസ് എടുക്കുന്നതിനും വന്നിട്ടുള്ള നമ്മുടെ ഗണേശൻ സാർ, വിമുക്തി ഡിപ്പാർട്ട്മെന്റ് പൊന്നാനിയിലെ സാർ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ് ഇതിലുണ്ട്. ഞാൻ എല്ലാവരും പേരെടുത്ത് പറഞ്ഞില്ല, കാരണം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മൾ ഗണേശൻ സാറിൻ്റെ അനുഭവങ്ങളും ക്ലാസ്സുകളും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല. കമ്പ്യൂട്ടർ സയൻസും ആൻറ്റി നാർക്കോട്ടിക് സെല്ലും NSSും സംയുക്തമായി ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കോളേജും മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. നമ്മുടെ സ്വന്തത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും നല്ലത് മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ പരിപാടി നടത്തുന്ന നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ്, അതുപോലെ ആൻറ്റി നാർക്കോട്ടിക് സെല്ല് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ NSSന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. As we all know, drug abuse is becoming an increasing menace in our society. Vimukti is an anti-narcotics campaign launched by the government of Kerala to highlight the seriousness of the situation and to create awareness among the people, especially the youth. It is a collective effort that aims at eradicating all sorts of narcotic substances from Kerala. So, it's my great pleasure to introduce our speaker. To those who doesn't know much about him, he is also a motivational speaker, has 15 years of experience in the field of de-addiction work all over Kerala. He has been a part of many anti-drug operations and has won the first award for overall performance of de-addiction work initiated by the Kerala government. So, with all due respect, here I invite resource person of Vimukti, Excise Department Ponnani, Sri K. Ganeshan sir for the title presentation. So, please. ഓക്കെ, താങ്ക് യു. ഞാന് ആദ്യം ഒരു ജാമ്യം എടുക്കുകയാണ്. കാരണം ഞാന് എന്റെ ഒരു കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോ ഒരു പക്ഷെ കുറച്ചു പേരെങ്കിലും കരുതിയിട്ടുണ്ടാവും എന്താ ഈ ഗണേശൻ ഒരു ഈ ക്യാമറയുടെ മുന്നിൽ, ഈ മൊബൈൽ ഫോണിന്റെ മുന്നിൽ ഇത് വെച്ചിരിക്കണെന്നുള്ളത്. 2 ദിവസം മുമ്പ് മുതൽ എന്റെ കണ്ണ് വല്ലാതെ പ്രശ്നമായിട്ട് കേടുവന്ന് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സയിലാണ്. ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ കരുതും ഈ ആന്റി നാർക്കോട്ടിക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് അദ്ദേഹം 2 എണ്ണം അടിച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാണോ എന്ന് ചിലപ്പോ നിങ്ങൾക്ക് സംശയിക്കും. ആ രൂപത്തിലാണ് എന്റെ കണ്ണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് സർ. അപ്പൊ ഏതായാലും നമ്മുടെ ഓക്കെ സർ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആരാധ്യയായിട്ടുള്ള അധ്യക്ഷ ശ്രീമതി അനീഷ്യ മാഡം, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അഭിലാഷ് സാറിന്റെ വൈഫ് കൂടിയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ അജിം പി മുഹമ്മദ് സാർ അവർകൾ, അതുപോലെ ഇവിടെ സംസാരിച്ച ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ റഷീദ് സാർ അവർകൾ, അതുപോലെ മുജീബ് റഹ്മാൻ സാർ, ആശ മാഡം, അതുപോലെ അക്ബർ സാറ്, ഞാൻ പേരെടുത്ത് പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടും എല്ലാ അധ്യാപകരും ആരാധ്യരാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ആരാധന ദൈവത്തോട് മാത്രമേ ഉള്ളൂ, ദൈവത്തെ മാത്രമേ ആരാധിക്കാറുള്ളൂ. പക്ഷെ ദൈവതുല്യരായവരെയും ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്യും. കാരണം മാതാ പിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ആപ്തവാക്യം ഉണ്ടല്ലോ, അതിലെ അച്ഛനും അമ്മയും മാതാവും പിതാവും അതുപോലെ തന്നെ ഗുരുനാഥൻ അല്ലെങ്കിൽ ഗുരുനാഥ, അവർ ദൈവത്തിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ അതേ സ്ഥാനത്ത് എടുത്തു വെക്കാവുന്ന കാണപ്പെട്ട ദൈവങ്ങൾ തന്നെയാണ് എന്നത് കൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആരാധ്യർ എന്ന് പറഞ്ഞത്. അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇന്ന് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോളേജിലെ MES കോളേജിലെ മുഴുവൻ നല്ലവരായിട്ടുള്ള വിദ്യാർത്ഥിനികള്, മുഴുവൻ ആൾക്കാർ, NSSന്റേതായാലും മറ്റുള്ള ഏത് സംഘടനയുടേതായാലും പല വിഭാഗത്തിൽപ്പെട്ടവർ ഇതിലുണ്ടല്ലോ. എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോ ഇന്നത്തെ നമ്മുടെ ലോഗോ ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് സേവ് ലൈഫ്സ് എന്നാണ്. അതായത് പലപ്പോഴും ഫാക്ട്സ് അല്ല നമ്മൾ അറിയുന്നത്, യഥാർത്ഥത്തിലുള്ള സത്യങ്ങളല്ല നമ്മൾ അറിയുന്നത്. അപ്പൊ അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, നമുക്ക് അറിയുന്നത്. അങ്ങനെ കുറച്ചു പേരുടെയും ജീവൻ നമ്മൾ രക്ഷപ്പെടുത്തണം, അതിലേക്ക് പോകുന്നത് ഇല്ലാതാക്കണം എന്നാണല്ലോ പറയണേ. അപ്പൊ നമ്മൾ ഫാക്ട്സ് അറിയണം.
ഫാക്ട്സ് അറിയുമ്പോ ഒരുപക്ഷെ ഞാനൊരു സെക്കൻഡ് ഞാനൊരു കോള് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഒരു പക്ഷെ അവിടുന്ന് എന്തെങ്കിലും എന്റെ ഓഡിയോ കിട്ടാഞ്ഞിട്ടോ എന്തെങ്കിലും അവിടുന്ന് ആരെയും വിളിച്ചതാണെന്ന് വിചാരിച്ചു. സോറി കേട്ടോ. പിന്നെ അപ്പോ ഏതായാലും അതിന്റെ ഫാക്ട്സ് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമ്മൾ കാണുന്ന ലോകമല്ല ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലല്ല ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളത്. ഞാനൊരു യൂണിഫോം ഇടുന്ന ഉദ്യോഗസ്ഥനാണ്. 10-22 വർഷമായിട്ട് പോലീസിലും എക്സൈസിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് പോലും എനിക്ക് പേടിയുണ്ട്. ആരെക്കുറിച്ച്? എന്റെ മോളെ കുറിച്ച് പേടിയുണ്ട്, എന്റെ ഭാര്യയെ കുറിച്ച് പേടിയുണ്ട്. അപ്പോ എന്താണ് ഈ സ്ത്രീകളെ കുറിച്ച് മാത്രമാണോ? കാരണം സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ. സുരക്ഷിതർ തന്നെയാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിൽ സുരക്ഷിതരാണ്. പക്ഷേ എങ്കിലും ഏത് സമൂഹത്തിലുള്ള പോലെ ഉള്ള കുറെ അപകടങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അത് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടി. കാരണം എന്റെ മോളെ കുറിച്ചും എന്റെ ഭാര്യയെ കുറിച്ചും എനിക്ക് പേടിയുണ്ട്. പക്ഷേ അതിലും വലിയൊരു പേടി എനിക്ക് വേറൊരാളെ കുറിച്ചാ. അത് എന്റെ അമ്മയെ കുറിച്ചാണ്. എന്റെ അമ്മയെ കുറിച്ചാണ്. നമ്മുടെ മുരുകൻ കാട്ടാക്കട സാറ് ഞാൻ ഒരു കവിത പാടിയിരുന്നു. നമ്മുടെ പൊന്നാനിയുള്ള ഒരു സ്കൂളില്, ആ സ്കൂളിൽ വന്നപ്പോ ഞാൻ അവിടെ വെച്ചിട്ട് ലൈവായിട്ട് അത് കേട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പുറം വീട്ടിലെ അപ്പൂപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു, തത്തമ്മ പെണ്ണിന്റെ താറാക്കോഴിയുടെ തക്കിടി മുണ്ടന്റെ കഥ പറഞ്ഞു. അത് അദ്ദേഹം പാടിയത് കൊച്ചുകുട്ടികളും അമ്മമാരും ഇരിക്കുന്ന വേദിയിലാണ് കേട്ടോ, സദസ്സിലാണ്. ഒരു കൊച്ചുകുട്ടി 3 വയസ്സുള്ള കുട്ടിയും അമ്മയും തമ്മിലുള്ള സംസാരമായിരുന്നു ആ കവിത. ആ കുട്ടി പറയാണ് അമ്മയോട്, മുത്തങ്ങൾ തന്നെന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു, തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാനമ്മേ പോകയാണിന്ന് ഞാൻ അക്കരയ്ക്ക്. ഇന്ന് അപ്പുറം വീട്ടിലെ അപ്പൂപ്പൻ തൂക്കണാം കുരുവിയുടെ കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കേൾക്കാൻ പോവട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞു പോണ ഒരു കൊച്ചു പെൺകുട്ടി. അപ്പൊ അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്. കോളേജ് തലത്തിൽ വന്ന് പാടേണ്ട പാട്ടൊന്നും അല്ലാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്. ആ അമ്മ പറഞ്ഞ മറുപടി എന്താ അറിയോ? തൂക്കണാം കുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്ന് പോരുന്നു നിന്റെ കൂടെ. ഇന്ന് അമ്മയും വരുന്നുണ്ട്. എന്താ? ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പൂപ്പൻ ചൊല്ലുന്ന ഒറ്റ കഥയും കഥകളല്ല. ഒറ്റയ്ക്കു പോയി കഥകൾ നീ കേൾക്കേണ്ട, ഒക്കത്തു കേറി മറിഞ്ഞിടണ്ട. ഒറ്റയ്ക്ക് പോയിട്ട് എന്റെ പൊന്നുമോള് കഥകൾ കേൾക്കേണ്ട, ഒക്കത്ത് കയറി മറിയും വേണ്ട. എന്താ കാര്യം? അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും. അപ്പൂപ്പനും മോളും നല്ലവരാണ്, അമ്മയ്ക്ക് അറിയാം. അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും അത്രയ്ക്ക് നല്ലതല്ലിന്ന് കാലം. കാലം അത്രയ്ക്ക് നല്ലതല്ല. എത്ര മനോഹരമായിട്ടാണ് ആ ചെറിയ വരികളിലൂടെ അദ്ദേഹം അത് വരച്ചിട്ടെന്നറിയോ? അത് അപ്പൂപ്പനായാലും അമ്മാവനായാലും അനിയനായാലും ചേട്ടനായാലും അത് അപ്പൂപ്പൻ എന്ന് പ്രാസം ഒപ്പിച്ചിട്ട് ഒരു പക്ഷേ ആ കവി എഴുതിയതായിരിക്കാം. അല്ലാതെ അത് അപ്പൂപ്പൻ എന്നൊരു ഒരു സിമ്പൽ മാത്രമാണ്. എന്റെ പേടി അതാണ്, കാലം അത്ര നല്ലതല്ല. എന്റെ അമ്മയെ കുറിച്ചുള്ള പേടി ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. അത് പറയാം. ആ പേടി തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയോ? നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട റഷീദ് സാർ അടക്കമുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ പ്രിൻസിപ്പൽ സാറും പറഞ്ഞു. അത് തന്നെയാണ് എന്റെ പേടി. നമ്മുടെ ചാലക്കുടിയിൽ, നമ്മുടെ തൊട്ടടുത്ത ജില്ലയില് ചാലക്കുടിയിൽ നിന്ന് ഒരു വാർത്ത വന്നു. ഇവിടെ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചതാണ്. ആ വാർത്ത ഇതായിരുന്നു: 90 വയസ്സുള്ള ഒരു മുത്തശ്ശിയെ 30 വയസ്സുള്ള ഒരു യുവാവ് കൊന്നുകളഞ്ഞു. 90 വയസ്സുള്ള മുത്തശ്ശിയെ 30 വയസ്സുള്ള യുവാവ് കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞതിന്റെ ഇടയിൽ വേറൊരു വാക്കുകൂടി ഉണ്ട്. എങ്ങനെ കൊന്നു എന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ പറയാൻ എനിക്ക് വയ്യ. 90 വയസ്സുള്ള മുത്തശ്ശിയോട് ആ 30 വയസ്സുള്ള യുവാവ് ചെയ്ത ക്രൂരത എന്താണ് എന്ന് എനിക്ക് ഇവിടെ പറയാൻ വയ്യ. എന്റെ അമ്മയ്ക്ക് 76 വയസ്സേ ഉള്ളൂ. എനിക്ക് പേടിയാ. എന്റെ അമ്മയെ വീട്ടിൽ തനിച്ചു നിർത്തി പോരാൻ എനിക്ക് പേടിയാണ്. ഞാൻ പറയും, ഞങ്ങള് ജോലിക്ക് പോകുമ്പോൾ, മക്കൾ സ്കൂളിൽ പോകുമ്പോൾ, അമ്മ വാതില് ഗ്രില്ല് അടച്ച് താക്കോൽ അകത്ത് വെച്ചോളൂ. ആരെങ്കിലും വന്നാൽ, എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ആര് വന്നാലും എന്റെ മകൻ ഇത് അടച്ചു പൂട്ടി പോയിരിക്കണമെന്ന് കളവ് പറഞ്ഞോളൂ. കളവ് പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല എന്നതാണ്. പക്ഷേ എന്റെ പേടിയാ, ഞാൻ അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട്.
നിങ്ങൾ പോണ വഴികളിൽ നമ്മൾ MES കോളേജിലേക്ക് പോകുമ്പോൾ, ഇനി പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളോടും കൂടിയാണ് ഞാൻ പറയണേ, നിങ്ങളെ അപ്പുറം ഇപ്പുറയുള്ള യാത്രക്കാരിൽ, സഹയാത്രക്കാരിൽ ആർക്കൊക്കെ ഭ്രാന്ത് ഉണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നിൽക്കട്ടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ നമ്മുടെ കോളേജിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ ഓഫീസിൽ നിന്ന് ഏറ്റവും അടുത്ത ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോളേജാണ്. എന്റെ ഒരുപാട്, ഞാൻ അവിടെ പഠിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് സുഹൃത്തുക്കളും എന്റെ ഒരുപാട് റിലേറ്റീവ്സും പഠിച്ചിട്ട് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ച കോളേജാണ് പൊന്നാനി MES കോളേജ് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയണേ. നമ്മുടെ കോളേജിനെ കുറിച്ചല്ല ഞാൻ പറയണേ. നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ അപ്പുറേ ഇപ്പുറേ ഇരിക്കുന്ന സഹപാഠികളിൽ ആർക്കെങ്കിലും ഭ്രാന്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് പറ്റില്ല എന്നുള്ള തെളിവ് ഞാൻ പറയാം. നമ്മുടെ പൊന്നാനി MES കോളേജിന്റെ അവിടുന്ന് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പുതുപൊന്നാനി എത്തുന്നതിന്റെ ആ ഗ്യാപ്പിൽ അതിലൂടെ ഞങ്ങൾ ഇങ്ങനെ പട്രോൾ ചെയ്ത് പോവാണ് ജീപ്പില്, ബൊലേറോയില്, എക്സൈസിന്റെ. അപ്പൊ ഒരു കോള് വന്നു ഞങ്ങളുടെ ഇൻസ്പെക്ടറുടെ ഫോണിലേക്ക്. ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയാണ്, സാറേ ഒന്ന് ഓടി വാ എന്റെ വീട്ടിലേക്ക്, ഞങ്ങൾക്ക് അറിയുന്ന വീടാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ കാര്യം? അതൊന്നും പറയാൻ സമയമില്ല സാറേ, ഒന്ന് പെട്ടെന്ന് വാ. ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ? ആ പരിസരത്താണ് കേട്ടോ. അതാണ് ഞാൻ പറയാൻ കാരണം. ആ സ്ത്രീ ഒരു അമ്മയാണ്. ആ അമ്മയുടെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് അവരുടെ മകൻ ഈ ചുമരിനോട് ചാരി നിർത്തിയിട്ട് നിലത്തുനിന്ന് ഇങ്ങനെ പൊന്തിക്കുകയാണ്. ആ കാല് നിലത്തുനിന്ന് ഇങ്ങനെ പൊന്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം. അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് പറയാൻ വയ്യ. അമ്മയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത വാക്കുകളാണ് പറയണേ. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മറുകൈ, ഈ വലത്തെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് അമ്മയുടെ അടിവയറിനെ ഇടിക്കാൻ വേണ്ടി മുതിരുമ്പോഴാണ് ഞങ്ങൾ ചെല്ലണേ. ദാ എന്ന് പെട്ടെന്ന് വിളിച്ചപ്പോ അവനെ പിടിവിട്ടു. അല്ലെങ്കിൽ ആ ഇടി അമ്മയ്ക്ക് കൊള്ളുമായിരുന്നു. ഒരു പക്ഷേ അവർ മരിച്ചു പോയേക്കാം. അത്ര ഫോഴ്സിലാണ് അവൻ അതിന് പുറപ്പെട്ടത്. പറഞ്ഞു വരുമ്പോ ഈ പറയുന്ന ആളുടെ വയസ്സ്, പ്രായം എത്രയാണെന്നാണ് ഇപ്പോ നിങ്ങൾ ഇതിലിരിക്കുന്ന 90 പേരും 100 പേരും മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. 14 വയസ്സുകാരനാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, നമ്മുടെ പരിസര പ്രദേശത്തുള്ള സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവൻ. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന സഹപാഠികൾക്ക് ആർക്കെങ്കിലും, ഇവനല്ലേ അവിടെ നമ്മുടെ സ്കൂളിൽ കൂടെ വന്നിരിക്കണേ, അപ്പൊ അവന് ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? ഇനി അതൊക്കെ പോട്ടെ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ വീടുകൾക്കകത്ത്, നമ്മുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആടും വീടല്ല കേട്ടോ ഞാൻ പറയണേ, ഉദാഹരണം പറയാണ്. നമ്മുടെ വീടുകൾക്കകത്ത് ആർക്കെങ്കിലും ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? നിശബ്ദമായ ഭ്രാന്തന്മാർ, പുറത്ത് കാണാത്ത തരത്തില് കലുഷിതമായ വിസ്ഫോടനാത്മകമായ തലച്ചോറുമായിട്ട് നടക്കുന്ന ആൾക്കാര് നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ സാധിച്ചേക്കാം. പക്ഷെ പല വീടുകളിലും അതിന് സാധിക്കില്ല. പറ്റുമെങ്കിൽ, അതിന് സാധിക്കുമായിരുന്നെങ്കിൽ. എന്റെ വീട് വളാഞ്ചേരിയാണ്. വളാഞ്ചേരിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്ത് പാലക്കാട് ജില്ലയിലാണ്. അവിടെ നിങ്ങളും പത്രത്തിൽ വായിച്ചു, നിങ്ങളും ചാനലിൽ കണ്ടു, നമ്മളും വല്ലാതെ ആശ്ചര്യപ്പെട്ട, സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു അത്. 3 ആൺകുഞ്ഞുങ്ങള്. ആ അച്ഛനും അമ്മയ്ക്കും 3 ആൺകുഞ്ഞുങ്ങളാണ്. ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കാണ്. പഠിച്ച് നന്നായി വലിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നൊന്നും വിവേചനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ചില ആൾക്കാരെങ്കിലും പറയും, എനിക്ക് 3 ആൺകുട്ടികളാണ് എന്നൊക്കെ അഭിമാനത്തോടെ പറയും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നന്നായി കഴിഞ്ഞാൽ അത് പെൺകുട്ടികളെ കൊണ്ടും ആൺകുട്ടികളെ കൊണ്ടും അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെ. പക്ഷെ അങ്ങനെ പറയാറുണ്ടല്ലോ. പക്ഷെ ഇവർക്ക് 3 ആൺകുഞ്ഞുങ്ങളായിരുന്നു. അതിൽ 21 വയസ്സുള്ള മൂത്ത മകൻ, 15 വയസ്സുള്ള രണ്ടാമത്തെ മകൻ, 7 വയസ്സുള്ള മൂന്നാമത്തെ മകൻ. ഇവരൊന്നിച്ചാ കിടന്നുറങ്ങുക. അപ്പൊ രാത്രി കിടന്നുറങ്ങുമ്പോ ഈ 2ാം ക്ലാസ്സുകാരൻ 7 വയസ്സുള്ള അവന് ഏറ്റവും പേടി ഈ ശക്തമായ ഇടിയും മഴയും ഉണ്ടാകുമ്പോൾ, ഇടി വെട്ടുമ്പോ അവൻ പേടിക്കും. അവന് ഏറ്റവും പേടി അതാ. ഈ ലോകത്ത് അതേ അവന് പേടിയുള്ളൂ. മിന്നല് ഈ ജനലിനകത്തൂടെ ആ വെളിച്ചം കണ്ണിൽ വന്ന് തറയ്ക്കുമ്പോ അവൻ പേടിച്ച് വിറയ്ക്കും. പക്ഷെ അവന്റെ ജ്യേഷ്ഠൻ, അവന്റെ കാക്ക അവന്റെ കൂടെ കിടക്കുമ്പോ അവൻ ആ കാക്കാന്റെ നെഞ്ഞത്തോട്ട് കയറി കെട്ടിപ്പിടിച്ചാ കിടക്കുക. പിന്നെ അവന്റെ മനസ്സിനോട് പറയും, അവന്റെ ഉറപ്പാണ് അവന്റെ ജ്യേഷ്ഠൻ, അവന്റെ ധൈര്യമാണ്, അവന്റെ എല്ലാമാണ് അവന്റെ ജ്യേഷ്ഠൻ. അവൻ സ്വയം പറയും, ഒരു ഇടിയും മിന്നലും എന്നെ ഏൽക്കൂല, കാരണം ഞാൻ എന്റെ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചാ കിടക്കണേ, ഇനി ഒരു ഇടിയും മിന്നലും ഏൽക്കൂല. അതാണ് അവന്റെ വിശ്വാസം. അന്നും കിടന്നുറങ്ങി. രാത്രി ഒരു 10:30 മണിയായപ്പോ അമ്മ വന്നിട്ട് പതുക്കെ വാതിൽ തുറന്ന് നോക്കി ഒന്നുമില്ല, എന്റെ മക്കൾ ഉറങ്ങിയോ, അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്തെ അമ്മ വന്ന് നോക്കിയതാണ് മക്കൾ ഉറങ്ങിയോ എന്നറിയാൻ വേണ്ടി. വന്ന് നോക്കിയപ്പോ 3 മക്കളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് സ്നേഹത്തോടെ.
ഒരു അച്ഛനും അമ്മയ്ക്കും അതിന്റെ അപ്പുറത്ത് ഒരു സന്തോഷമൊന്നും ഇല്ല. അങ്ങനെ കിടന്നുറങ്ങുന്ന ആ മക്കളെ കണ്ട് ആ വാതിൽ പതുക്കെ ചാരിയിട്ട് സ്പീഡിൽ അടച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ പൊന്നുമക്കൾ ഉണരുമോ, ഉണരണ്ട, അവർ നന്നായിട്ട് ഉറങ്ങുകയാണ് എന്ന് കരുതിയിട്ട് അമ്മ വാതിൽ ചാരി പോയി കിടന്നുറങ്ങിയതാ. അതിൽ ആ മൂത്ത മകൻ, 21 വയസ്സുള്ള മൂത്ത മകൻ ആ 7 വയസ്സുള്ള ഇളയ മകന്റെ ഇടനെഞ്ചിലേക്ക് അന്ന് രാത്രി കഠാര കുത്തി ഇറക്കും എന്ന് അവർ ഒരിക്കൽ പോലും അവർ ചിന്തിച്ചില്ല. കുത്തിയിറക്കി. ആ മൂത്ത മകന് ഭ്രാന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ആ ഭ്രാന്തന്മാർ കാട്ടിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മളത് മുഴുവനും അത് ശ്രദ്ധിക്കാനോ അത് മനസ്സിലാക്കാനോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിന്റെ പുറകിലേക്ക് പോകുമ്പോഴാണ് അറിയുന്നത് ഇതിന് കാരണമാകുന്നത് മാരകമായ മയക്കുമരുന്നുകളാണ് എന്ന് അത്രയധികം തെളിയിക്കപ്പെട്ടു. മാരകമായ മയക്കുമരുന്നുകളാണ്. അതിന്റെ ഫാക്ട്സ്, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഷെയർ ചെയ്യണം. അതിന്റെ തീവ്രത അത് മനസ്സിലാക്കണം, ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കണം. NSSനും SPC അവിടെ ഇല്ല, പക്ഷെ മറ്റുള്ള എല്ലാ ആന്റി നാർക്കോട്ടിക് ക്ലബിനും പരിസ്ഥിതി ക്ലബിനും ഏത് ക്ലബായാലും ശരി, അവർക്കൊക്കെ ഈ ഒരു ബാധ്യത കൂടി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭ്രാന്തന്മാരെ കുറിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നേക്കാളും വലിയ ചിത്രങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. കാരണം പണ്ടൊക്കെ ഞാൻ പോലീസിൽ കയറിയത് 1998 കേട്ടോ. പോലീസിലായിരുന്നു. പിന്നെ അവിടുന്ന് എക്സൈസിലേക്ക് മാറിയതാണ്. ഈ 98 കയറുമ്പോൾ അന്ന് കോഴിക്കോട് സിറ്റിയിൽ ബംഗ്ലാദേശ് കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളനി ഉണ്ടായിരുന്നു. അതായത് കുപ്രസിദ്ധി ആർജിച്ച കോളനി. ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട ആൾക്കാരും പലതരത്തിലുള്ള ഒഫൻസ് ചെയ്യുന്നവരും കള്ളന്മാരും പിടിച്ചുപറിക്കാരൊക്കെ ഒന്നിച്ച് കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താ വെച്ചാൽ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ, അതായത് നല്ല കുടുംബം എന്ന് പറഞ്ഞത് പണത്തിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്, സാമ്പത്തികമായി നല്ലതെന്നല്ല, നന്നായി ജീവിച്ച നല്ല ആൾക്കാരായിട്ട് നല്ല സ്വഭാവത്തോടെ ജീവിച്ച ആൾക്കാരെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാള്, ഒരു കുട്ടിയോ ആരെങ്കിലോ എന്തെങ്കിലും അറിയാതെ ഒരു തെറ്റിലേക്ക് പെട്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാൽ പിന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരില്ല, നേരെ ബംഗ്ലാദേശ് കോളനിക്കാണ് പോവുക. അത് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ അവിടെ ഉണ്ട്. അവന് വേണ്ട എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഒരു കോളനി, ആ കോളനിയില് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന മീര റാവുത്തർ മേഡം, അവരും അന്നത്തെ അവിടുത്തെ CI ആയ പ്രദീപ് കുമാർ സാറും കൂടി അത് ആ കോളനിയുടെ നിരത്തി എന്ന് പറഞ്ഞാൽ അടിച്ചു നിരത്തുന്നല്ല, നന്നാക്കി എടുത്തു. അതിന് ശാന്തിനഗർ കോളനി എന്ന് പേരിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്നൊക്കെ 40 വയസ്സും 45 വയസ്സും ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഈ ലഹരി മരുന്നിന് അടിമപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് അതല്ല. അന്ന് ചുരുക്കമേ ചെറുപ്പക്കാരുള്ളൂ. അന്ന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചുരുക്കം ആൾക്കാരെ പെടാറുള്ളൂ. ഒക്കെ 40-45 വയസ്സും അതിന് മുകളിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് അതല്ല. കാരണം ഞാൻ കുറ്റിപ്പുറം ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു പ്രതിയെ പിടിച്ചപ്പോ, ഞാൻ ഈ മയക്കുമരുന്നുകളുടെ പേരൊന്നും പറയില്ല കേട്ടോ, പക്ഷെ ഇതിന്റെ പേര് ഞാൻ പറയാം, കാരണം അത് കേൾക്കാത്ത ആരുമില്ല. പിന്നെ ഞാൻ പറയാതിരുന്നിട്ട് എന്താ കാര്യം? പഞ്ചാബിന്റെ ഒരു പ്രതിയെ പിടിച്ചപ്പോ അയാളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോ അതിൽ 22 കോളുകൾ വന്നു. അതിൽ ഒരു കോൾ മാത്രം ഒരു സ്ത്രീ വിളിച്ചിരുന്നു, അതിലേക്ക് ഞാൻ പോവാം. ബാക്കി 21 കോളുകളും മയക്കുമരുന്ന് കഞ്ചാവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഭോക്താക്കളായിരുന്നു. ഇതിൽ 18 പേരെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു. ഈ 18 പേരിൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, 18 പേരിൽ 13 പേരും 13 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളായിരുന്നു. ഏകദേശം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ട് താഴെയുള്ള പ്രായത്തിലുള്ള വിദ്യാർത്ഥികളായിരുന്നു. വേറെ 5 പേര് മാത്രമാണ് അതിന് മുകളിലുള്ള ആൾക്കാരുള്ളൂ. ബാക്കി 13 പേരും അങ്ങനെയായിരുന്നു. ഇവരൊക്കെ രക്ഷിതാക്കളെ ഞങ്ങൾ വിളിച്ചു വരുത്തുമ്പോ പലരും അവിടെ കയറി വരുന്ന സമയത്ത് ലോക്കപ്പില്ല പുറത്താ നിർത്തിയിരിക്കണേ, അവരെ മകനെ കാണുമ്പോൾ അവർ കയറി വരുമ്പോൾ അവരുടെ മനസ്സ് പറയാണ്, എന്റെ മോനാവില്ല അത്, അവനത് ചെയ്യില്ല. കയറി വരുന്ന സമയത്ത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ അവരുടെ മകൻ നിൽക്കുന്ന കാണുമ്പോൾ പരിസരം മറന്നിട്ട് ഞങ്ങളൊക്കെ തള്ളി മാറ്റിയിട്ട് ഓടി ചെന്നിട്ട് മക്കളെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. വേറെ ചിലര് സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരു മൂലയിൽ പോയി മുഖം പൊത്തി കരയാണ്. ഒരാളെ വിളിച്ചപ്പോ അമ്മയാണ് ഫോൺ എടുത്തേ. ഒരുത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോ അമ്മയോട് പറഞ്ഞു, നിങ്ങളെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, അവൻ കഞ്ചാവ് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ പറയാണ്, എന്റെ മനത് ചെയ്യൂല, നിങ്ങൾ അനാവശ്യം പറയരുത്. ഞങ്ങൾ പറഞ്ഞു, അമ്മേ നിങ്ങളുടെ മകൻ തന്നെയാണ്, നിങ്ങൾ ഇതുവരെ ഒന്ന് വന്നിട്ട് കൊണ്ടുപൊക്കോ, അവനെ പേരിൽ കേസ് എടുക്കാനല്ല, നിങ്ങൾ വന്നാലേ വിടൂ എന്ന് പറഞ്ഞപ്പോ അവരോട് കയറി വന്നു. കയറി വരുമ്പോഴും അവരെ മനസ്സിൽ അവർ പറയാണ്, എന്റെ മോനല്ല. അത്രയും അവർ വിശ്വസിക്കുന്നു മകനെ, അവനത് ചെയ്യില്ല, അത്ര വിശ്വാസമാണ്. വന്നിട്ട് ഞങ്ങളുടെ കസ്റ്റഡിയിൽ മകൻ നിൽക്കുന്ന കണ്ടപ്പോ ഞങ്ങളുടെ മുന്നിൽ ബോധം കെട്ട് വീണു.
ഒരുപക്ഷെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ സമാനമായ രംഗം ഞാനും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലും എക്സൈസ് ഓഫീസിലൊക്കെ വന്ന് കണ്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് അവരൊക്കെ സിനിമ ഉണ്ടാക്കണേ. ഞങ്ങൾ നേരിട്ട് കാണുന്ന ആൾക്കാരാ. ചുരുക്കി പറഞ്ഞാൽ അതിൽ 22 കോളിൽ ഒരു കോൾ അതൊരു സ്ത്രീ വിളിച്ചിരുന്നു. അപ്പൊ അതിലേക്ക് പോകണല്ലോ, കാരണം ഫാക്ട്സ് എന്താണെന്ന് അറിയണല്ലോ. ഇതില് പെൺകുട്ടികളും ഉണ്ടല്ലോ, ഒരുപാട് പകുതിയും പെൺകുട്ടികളാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ. കാരണം ഈ ലഹരി മരുന്നിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് മദ്യത്തിനും ഒക്കെ എതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം, ഉപരോധം ഒക്കെ വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരുന്നു. സംശയമൊന്നുമില്ലല്ലോ. ആണ്. അത് ഈ പ്രതിരോധം എന്ന് പറയുമ്പോ നിങ്ങള് പ്ലക്കാർഡുകളുമായിട്ട് സമരം ചെയ്തുകൊണ്ട് കലക്ടറേറ്റിന് മുന്നിൽ പോയിട്ട് ഉപരോധം നടത്തി എന്നല്ല കേട്ടോ ഞാൻ പറയണേ. അതിന്റെ വഴി, ആ രീതി എന്താണെന്ന് അറിയോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എന്റെ ചില സുഹൃത്തുക്കൾ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ, എന്നാ ചികിത്സയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതിനും പോരാതെ, ഞാൻ നിർത്തും, ഞാനിപ്പോ ഇന്ന് നിർത്തണമെങ്കിൽ ഇന്നാ നിർത്തും ചങ്ങായെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ നിർത്തൂലട്ടാ. എനിക്കിപ്പോ ഇന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിർത്താൻ എനിക്ക് സാധിക്കും എന്ന് പറയണവൻ നിർത്തില്ല, യാതൊരു സംശയം വേണ്ട. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ചിലവർ ഉച്ചയ്ക്ക് ശേഷം കുടിക്കില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കുക എന്താ, ചിലപ്പോ വെറുതെ കിട്ടിയാൽ പോലും കുടിക്കില്ല. അതെന്താ ഉച്ചയ്ക്ക് ശേഷം കുടിക്കാത്തെ? അപ്പൊ അവര് പറയും, സങ്കടത്തോടെ പറയും, അത് ചങ്ങായി 3 മണിയായില്ലേ, ഇപ്പൊ കുടിച്ചു കഴിഞ്ഞാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിന്റെ മണം പോവില്ല, നല്ല മണമായിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോഴേ എന്റെ ഭാര്യ, നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, എന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ അതിനെ കൊണ്ട് ഒരു സ്വൈര്യം ഉണ്ടാവില്ല, ഭയങ്കര ശല്യാണ് നമ്മുടെ നാടൻ ഭാഷയില്. വേറെ ചിലർ ഇതുപോലെയുള്ള ആൾക്കാരോട് ഞങ്ങൾ ആദ്യം ചോദിക്കും, അത് ശരി ഭാര്യ വലിയ പ്രശ്നമാണല്ലേ, അതാണ് കുടിക്കാത്തതില്ലേ എന്ന് കളിയാക്കി ചോദിക്കുമ്പോ ഭാര്യയുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. പലരും പല തരക്കാരല്ലേ. അവര് ചിലര് പറയും, എന്ത് ഭാര്യ, ഓളെന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല, അതൊന്നല്ല പ്രശ്നം, ഭാര്യ പറയുന്നതൊന്നല്ല പ്രശ്നം. പിന്നെന്താ? അടുത്ത കാര്യം പറയുമ്പോഴേക്കും അവരെ മുഖമൊന്ന് വിടർന്നു, അവരെ കണ്ണൊക്കെ ഒന്ന് തിളങ്ങി. അത് അവരുടെ മനസ്സാണ്. കാരണം ആ വ്യക്തി അവർക്ക് അത്രയും പ്രാധാന്യമുള്ള വ്യക്തിയാണെന്നുള്ളതാണ് അതിന്റെ തെളിവ്. എന്താ പറയണ അറിയോ? അതെ, എന്റെ മോളുണ്ടല്ലോ, എന്റെ മോള് ഞാൻ കുടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വരുമ്പോ എന്റെ പടി കയറി വരുമ്പോഴേക്കും അവൾക്ക് അറിയാം ഞാൻ കുടിച്ചിട്ടാണ് വരണേന്നുള്ളത്. അവളുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ, എന്റെ മോളുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യടാ, അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തെ. ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയുടെ ആ സ്വൈര്യക്കേടായാലും, അവര് പറയുന്ന ആ സ്വൈര്യക്കേടായാലും, മകളുടെ ആ ഒരു സങ്കടമായാലും ഇതിനെതിരെയുള്ള ശക്തമായ ഒരു ഉപരോധമാണ്. അതുകൊണ്ട് കുറെ ഒരു നിയന്ത്രണത്തൊക്കെ നിർത്താൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അതെന്താണ്? നിങ്ങൾക്ക് അതിന് എതിരെയുള്ള മനോഭാവം ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഈ മനോഭാവത്തിന്, സ്ത്രീകൾക്ക് ഈ ലഹരി മരുന്നിനോടും മദ്യത്തിനോടുമുള്ള എതിരെയുള്ള ഒരു മനോഭാവത്തിന് ചെറിയൊരു മാറ്റം വരുന്നുണ്ടോ എന്ന് സംശയം. അത് സംശയമല്ല, ഫാക്റ്റാണ്. കേരളത്തിലെ കോളേജുകളിലെ പെൺകുട്ടികൾക്കിടയിൽ, അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കിടയിൽ ഒരു സർവേ നടത്തി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, അധികമായിട്ടില്ല, മാതൃഭൂമിയുടെ വാർഷിക പതിപ്പിനായിരുന്നു. സർവേ ഇതായിരുന്നു: നിങ്ങളുടെ പ്രതിശ്രുത വരനിൽ, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത 10 ഹാബിറ്റുകൾ, ശീലങ്ങൾ. നിങ്ങൾ കല്യാണം കഴിക്കാൻ വരുന്ന ആളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 10 ശീലങ്ങൾ, അതിലൊന്ന് മദ്യപാനം ആയിരുന്നു. അപ്പൊ എനിക്കത് ഇഷ്ടമല്ല, എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് മദ്യപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് രേഖപ്പെടുത്തിയത് കേരളത്തിലെ വെറും 20% പെൺകുട്ടികളാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബാക്കി 80% പേരും എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആള് 2 അടിച്ചോട്ടെ, അത് കുഴപ്പമില്ല എന്ന് പറയുന്നു, എന്ന് കണക്കാക്കുന്നു എന്നല്ലേ. ഇപ്പൊ മദ്യപിക്കാത്തവർ ആരാണുള്ളത്? അടിച്ച അലമ്പുണ്ടാക്കാൻ ഞാൻ മതി എന്ന ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അത് പോട്ടെ, അത് മാത്രമല്ല ഞാൻ പറയാൻ കാരണം, മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഞങ്ങളൊരു ഡി അഡിക്ഷൻ സെന്ററിൽ ഇതുപോലെയുള്ള ഒരു ക്ലാസ്, ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ആ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ കൂടെയുള്ള ഇൻസ്പെക്ടറുടെ ഈ കോളറിൽ കയറിയിട്ട് ഒരു സ്ത്രീ, ഒരു അമ്മ കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് പിടിച്ചു, ഇങ്ങനെ നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആകെ പേടിച്ചു, എന്താണ് ഇപ്പൊ ഇങ്ങനെ? അപ്പൊ അവർക്ക് ഭ്രാന്താണോ? കാരണം മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. അപ്പൊ അവർക്ക് ഭ്രാന്തൊന്നുമില്ല. അവര് കരഞ്ഞുകൊണ്ട് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ചെയ്തതാണ്. അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്, സാർ ആ നിൽക്കുന്നത് കണ്ടോ, എന്റെ മോളാണ്, അത് അതിനകത്ത് കിടക്കണേ. നിങ്ങൾക്കറിയോ, അവൾക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ. അവൾക്ക് 3 നേരം മയക്കുമരുന്ന് കുത്തിവെക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. അവളെ അതിൽ പെടുത്തിയിട്ടുള്ള വലിയൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് അവരെ പിടിക്കാത്തെ? അതാണ് അവരുടെ ആത്മരോഷം. ഞങ്ങൾ അതിന്റെ പുറകെ പോയപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഈ കുട്ടി +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരുപാട് നല്ല നല്ല കോളേജുകളുണ്ട്. അത് പലപ്പോഴും പലരും ബാംഗ്ലൂരും മൈസൂരൊക്കെ കൊണ്ടുപോയി ചേർക്കണു. ഈ കുട്ടിയെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർന്നു, നല്ല കോഴ്സിന് ചേർത്താണത്രേ. അവിടെ ഹോസ്റ്റലിലാണ് പഠിക്കണേ.
ഹോസ്റ്റലിൽ 1-2 ആഴ്ച കഴിഞ്ഞപ്പോ ഒരാളുടെ കൂടെ പഠിക്കുന്ന ഒരാളുടെ ബർത്ത്ഡേ വന്നപ്പോ അത് സംഘടിപ്പിക്കാൻ അതിനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ആളുണ്ട്. ബർത്ത്ഡേ ഇത് ആഘോഷിക്കണ്ടേ എന്ന് ചോദിച്ചു. തൊട്ടടുത്തുള്ള ഹോട്ടലില് ഒരു ഹാള് ബുക്ക് ചെയ്തു, ഭക്ഷണം ഏർപ്പാടാക്കി, ആഘോഷം കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ കഴിച്ച ജ്യൂസിൽ, അവർ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ ഒന്നിൽ ഒരു മയക്കുമരുന്ന് ഇട്ട് കൊടുക്കുന്ന, ഒരു പൊടി പോലെ എന്തോ ഇട്ട് കൊടുക്കുന്ന ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ചതിയിൽപ്പെടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എങ്ങനെയാണ് ഫസ്റ്റിൽ അവർ പെടുത്ത ഒരു പക്ഷേ അവര് ഈ മയക്കുമരുന്ന് കഴിച്ചു, അവരറിഞ്ഞില്ല. അടുത്ത ആഴ്ച വീണ്ടും വേറൊരാളുടെ ബർത്ത്ഡേ, അതിനാഴ്ച വേറെ ആളുടെ. ഇത് സംഘടിപ്പിക്കാൻ ഇവരുടെ തന്നെ ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5-6 മാസം കഴിഞ്ഞപ്പോ ഇതിൽ ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരി മരുന്നിന് അടിമയായി. ഞാൻ പറഞ്ഞ ഈ പെൺകുട്ടി അവിടെ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക്, മലപ്പുറം ജില്ലയിലേക്ക് പോലും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്ന കാരിയറായിട്ട് മാറി. അവസാനം ഈ കുട്ടിയെ കാണാനില്ല, കോളേജിൽ നിന്ന് പോന്നിരിക്കുന്നു, ഹോസ്റ്റലിലില്ല, വീട്ടിലില്ല, എവിടെയാണെന്ന് അറിയില്ല. പോലീസിൽ പരാതി. 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ കിട്ടിയത്. അങ്ങനെ കിട്ടിയപ്പോ ആ പെൺകുട്ടി, ഒരു പെൺകുട്ടി ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം ആ തരത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് ആ സെല്ലിനകത്ത് കിടക്കുകയാണ്. ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ആ അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളെ കണ്ടപ്പോ ആ ഒരു ആത്മരോഷം പുറത്തു വന്നു. ആ പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. തിരൂര്, എനിക്ക് തോന്നുന്നത് നമ്മുടെ റഷീദ് സാർക്ക് തിരൂരാണോ ആ ഭാഗത്താണോ എന്ന് സംശയമുണ്ട്. തിരൂര് BP അങ്ങാടി ഒരു പമ്പ് ഉണ്ടല്ലോ, ആ പമ്പില് ഞങ്ങൾക്ക് ഒരു കോള് വന്നു. ഒരാൾ വിളിച്ചിട്ട് ആരോ വിളിക്കുകയാണ്, ഇതാ സാറേ ഇന്ന് 12:30 മണിക്കും 1 മണിക്കും ഇടയിൽ അവിടെ ഒരു ബൈക്ക് വരും, ആ ബൈക്കിന്റെ നമ്പർ എത്രയാണ്, അതിലൊരു ആണും പെണ്ണും ഉണ്ടാവും, അത് ഭാര്യയും ഭർത്താവും എന്നല്ല, പിടിച്ചോളി, അതിൽ കഞ്ചാവുണ്ട്, പിടിച്ചോളി, തോന സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് അവിടെ പോയി നിന്നു. കറക്റ്റ് സമയത്ത് ഒരു 12:45 1 മണിയുടെ ഇടയിൽ ഈ ബൈക്ക് വന്നു. ഞങ്ങൾ ഓടിപ്പോയി താക്കോല് അതിന്റെ കീ ഊരിയെടുത്തു, കസ്റ്റഡിയിലെടുത്തു. ആ സ്ത്രീയോട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങാൻ പറഞ്ഞപ്പോ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇറങ്ങണേ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുമ്പോ അവർ പൂർണ്ണ ഗർഭിണിയാണ്. അയ്യോ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത് ആരാണ് ഈ ചതി ചെയ്ത്? വെറുതെ ഇല്ലാത്ത ഇൻഫർമേഷൻ പറഞ്ഞതാണല്ലോ. ചിലപ്പോ ഞാൻ എന്റെ ഭാര്യയുമായിട്ട് ബൈക്കിൽ പോണ സമയത്ത് എന്റെ ബൈക്ക് നമ്പർ വിളിച്ച് പോലീസിന് വിളിച്ച് പറഞ്ഞാൽ ഈ വരുന്ന ബൈക്കിൽ കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞ് പോലീസുകാർ കൈകാട്ട് നോക്കും, നിങ്ങൾ പോകുമ്പോഴും നോക്കും. പക്ഷെ നമ്മളതിൽ ഇല്ലാത്തതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാന്ന് കണ്ടാൽ നമ്മളെ വിടും. പക്ഷെ നമുക്കത് വല്ലാത്തൊരു ഒരു അവഹേളനായിട്ടോ അപമാനമായിട്ടൊക്കെ തോന്നാം, നമ്മൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ഈ അവസ്ഥയിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഈ സമയത്ത് നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അവരോട് പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പുറത്ത് പോയി ഇരുത്തി, ഒരു കസേര അവിടെ നിന്ന് പമ്പെന്ന് മേടിച്ചോടെ ഇരുത്തി. ഈ വാഹനം പരിശോധിച്ചു, പുരുഷനെ പരിശോധിച്ചു, ഒന്നും കണ്ടില്ല. അവസാനം ഞങ്ങള് ആകെ ഒരു ദേഷ്യം പറഞ്ഞുകൊണ്ട് ഉള്ളിൽ എന്തൊക്കെ പരസ്പരം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരാണ് ഈ ആവശ്യമില്ലാത്തത് വിളിച്ചു പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് മടങ്ങി പോരുമ്പോ അതാ വീണ്ടും കോള് വരുന്നു ഫോണിലേക്ക്. കാരണം ഇത് കണ്ടുകൊണ്ട് ഈ വിളിച്ച ആൾ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് ആ പരിസരത്ത്. അയാൾ പറഞ്ഞു, സാറേ എവിടേക്കാണ് സാറേ പോണേ? അത് നോക്ക് സാറേ, അതിന് സാധനം ഉണ്ട്. പിന്നെ സ്ത്രീയെ മാത്രമേ നോക്കാനുള്ളൂ. ഞങ്ങളുടെ വനിതാ ഓഫീസർമാരെ പെട്ടെന്ന് വരുത്തി ഞങ്ങൾ ആ സ്ത്രീയെ പരിശോധിച്ചപ്പോ 2.5 കിലോ കഞ്ചാവാണ് ഈ വയറിന്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കണേ. ഒരിക്കലും തിരിച്ചറിയില്ല, ഒരു ഗർഭിണി അല്ല എന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത വിധത്തിൽ അത്ര ക്ലിയർ ആയിട്ട് ആ 2.5 കിലോ കഞ്ചാവ് വയറിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്രയും പവിത്രമായ പുണ്യമായ ഒരു ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കിട്ടുന്ന ഭാഗ്യം അത് 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 സ്ത്രീകൾക്ക് മാത്രമല്ലേ കിട്ടൂ. ആ ഒരു ഭാഗ്യം പലപ്പോഴും 10-15 വർഷം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാതെ പ്രാർത്ഥനയും ചികിത്സയുമായിട്ട് ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ആ ഒരു ഭാഗ്യത്തെ, ആ ഒരു അവസ്ഥയെ പോലും, ആ പുണ്യമായ പവിത്രമായ അവസ്ഥയെ പോലും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന സ്ത്രീകൾ, അതിന്റെ മറയിൽ പോലും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകളുടെ മനോഭാവത്തിനും മാറ്റം വരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ആ കുട്ടികളെ മുഴുവൻ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന 13 കുട്ടികളുണ്ടല്ലോ, കുട്ടികളെ മുഴുവൻ ഞങ്ങള് രക്ഷിതാക്കളുടെ കൂടെ പറഞ്ഞിട്ടു. ചിലവർ പറഞ്ഞത് എന്താ അറിയോ? അത് സാറേ ഇവന് എന്ത് വേണമെങ്കിൽ, നേരത്തെ നമ്മുടെ ആരതിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതായത് അവന് വേണ്ടത്, അവന് ബൈക്ക് വേണം എന്ന് പറഞ്ഞപ്പോ അവൻ ആ ബൈക്ക് ഞാൻ വാങ്ങിക്കൊടുത്തു സാറേ. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ അതിന് സാധാ ഫോൺ 20,000 രൂപയുടെ ഫോൺ തന്നെ അവന് വേണം, അത് തന്നെ വാങ്ങിക്കൊടുത്തു. കടം വാങ്ങിയിട്ടാ വാങ്ങിക്കൊടുത്തേ. ഈ ചതി ഇവൻ ഞങ്ങളോട് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ, ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് കരുതിയില്ല. അതിന്റെ ഉത്തരം അതിൽ തന്നെ ഉണ്ട്. കരുതലിന്റെ കുറവാണ്. ഞാൻ ഇത് രക്ഷിതാക്കളോട് പറയേണ്ട കാര്യമാണ്, എന്നാലും ഇത് സമൂഹത്തിലേക്ക് നമ്മുടെ ഫാക്ട്സ് ഷെയർ ചെയ്യേണ്ട കാര്യം കൊണ്ട് ഞാൻ പറയുകയാണ്. കരുതലിന്റെ കുറവാണ്. കോളേജ് വിട്ട് വരുമ്പോ
എനിക്ക് തലവേദനയാണ്, എനിക്കിന്ന് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് മുറിക്കകത്ത് കയറി വാതിലടച്ച് കിടക്കുമ്പോ കരുതണമായിരുന്നു. എന്നും എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് എന്നും കയറി കിടക്കുമ്പോ കരുതണമായിരുന്നു. എന്നും മിണ്ടാട്ടമില്ലാതെ സാധാരണ എന്നും അച്ഛൻ്റെയോടും അമ്മയോടും ഉമ്മയോടും ഉപ്പയോടും ഒപ്പം സമയം ചെലവഴിച്ചിരുന്ന അവൻ അല്ലെങ്കിൽ അവൾ മൂകയായിട്ട് നിശബ്ദയായിട്ട് ഒരു മൂലയിൽ പോയി ഇരിക്കുമ്പോ കരുതണമായിരുന്നു. അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ അന്വേഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെത്തുന്ന ബൈക്കിൽ ഇങ്ങനെ പടപടാന്ന് പടപ്പിക്കുന്ന ബൈക്കിൽ വന്നിട്ട് അവിടെ പുറത്ത് ഗേറ്റിന്റെ അവിടെ അന്വേഷിച്ച് വന്നിട്ട് പോകുമ്പോ അവൻ ആരാണ് വന്നത് എന്ന് അന്വേഷിക്കാൻ ക്ഷമ കാണിക്കാത്തപ്പോ അന്നും കരുതിയില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കരുതലിന്റെ കുറവാണ്. അവരൊക്കെ ഇറക്കി വിട്ടു, ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ. ഇതേപോലെ ഒരു കോൾ അതുകൂടി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരാളെ നമ്മുടെ വളാഞ്ചേരി MES കോളേജ്, നമ്മുടെ സഹോദര സ്ഥാപനം, അതിന്റെ പുറത്തേക്ക് ഇറങ്ങണ ആ കോളേജിന്റെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ആ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തിന്റെ പറ്റിയാ പറയുന്നത്. ആ സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ഒരാളെ ഞങ്ങൾ പിടിച്ചു. പുറത്താണ്. ആ അവിടുത്തെ കുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി വന്നതാ. നമ്മുടെ കോളേജിന്റെ മുന്നിലും വരും, സംശയമൊന്നും വേണ്ട. ഇപ്പോഴും വരുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. അവിടുത്തെ കുട്ടികളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി, അവിടുത്തെ കുട്ടികളെ ചൂണ്ടയിടാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. അത് അറിയുന്നത് കൊണ്ടാണ് പറയണേ. ഏതായാലും അവിടെ വന്നു, ഞങ്ങൾ അവനെ പിടിച്ചപ്പോ അവന്റെ ഫോണിലേക്കും ഇതുപോലെ ഒരുപാട് കോളുകൾ വന്നു. അതിനെപ്പറ്റി ഞാൻ പറയണില്ല. അതിൽ വന്ന ഒരു കോൾ ഞാനാണ് അറ്റൻഡ് ചെയ്തത്. അത് പറയാതിരിക്കാൻ വയ്യ, കാരണം അത് രക്ഷിതാക്കളും കേൾക്കണം, നിങ്ങളും കേൾക്കണം. ഇവൻ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എവിടെയുള്ളത്? അപ്പൊ ഞങ്ങൾ ശബ്ദം മാറ്റിയിട്ട്, പിടിക്കപ്പെട്ട ആളുടെ ശബ്ദമൊക്കെ മാറ്റിയിട്ട് ഞാൻ വളാഞ്ചേരി അങ്ങാടിയിലുണ്ട്. എന്തേ? പിന്നെ എനിക്ക് ലേശം സാധനം വേണമല്ലോ. അപ്പൊ സാധനം ഇവിടുന്ന് തരാൻ പറ്റൂല കേട്ടാ. ഇവിടുന്ന് തന്നാലേ ആ ഒരു പഹയന പുതിയൊരു SI വന്നിട്ടുണ്ട്, ആ ചെങ്ങൈനെ കൊണ്ട് യാതൊരു സ്വൈര്യവും ഇല്ല. ഏതൊക്കെ വേഷത്തിലാണ് എവിടെയൊക്കെ നിൽക്കണമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടുന്ന് സാധനം തരാൻ പറ്റൂല, കൈ അപ്പൊ തന്നെ പിടിക്കും. അതുകൊണ്ട് കോട്ടയ്ക്കലേക്ക് അവിടെ ബാറിന്റെ മുന്നിൽ നിന്നോ, അതിന്റെ ഇടയിൽ നിന്ന് എവിടെ ഞാൻ തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവൻ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബാറിന്റെ അവിടെ നിൽക്കട്ടോ, പക്ഷെ നിങ്ങൾ ആ ചപ്പ് സാധനം ഒന്നും പറ്റില്ല, നല്ല സാധനം വേണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ എനക്ക് എന്തെങ്കിലും ചപ്പ് സാധനം തന്നിട്ടുണ്ടോ? എനിക്ക് എന്റെ കച്ചവടം വേണ്ട, അജി വന്ന വഴിക്കടെ പോയിക്കോ, ഇത് വാങ്ങാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്, എനിക്ക് എന്റെ കച്ചവടം വേണമെന്നില്ല എന്ന് പറഞ്ഞ് തട്ടി വിട്ടു, ഞങ്ങളുടെ നാടൻ വളാഞ്ചേരിത്തെ ഭാഷയില്. അപ്പൊ അവൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഏത് സാധനമായാലും വേണ്ടില്ല, അതിൽ 2000 രൂപയുടെ സാധനം മാറ്റി വെച്ച് ബാക്കി വിറ്റാൽ മതി കേട്ടോ, നിങ്ങൾ ശ്രമിക്കി, നിങ്ങളുടെ കയ്യിലുള്ള സാധനം മതി, എന്നാൽ അവിടെ നിൽക്കുകയാണ് വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി ആ ബാറിന്റെ മുന്നിൽ ചെന്നു. ഞങ്ങൾക്ക് ഇവനെ അറിയില്ല. അവൻ ഉദ്ദേശിച്ച ആള് ഞങ്ങളുടെ അവിടെ ഇല്ലല്ലോ, അവൻ ഞങ്ങളുടെ ലോക്കപ്പ് കിടക്കുക. ഇവന്റെ ഫോണിൽ നിന്ന് ഞങ്ങളുടെ കയ്യിലുള്ള ഫോണിലേക്ക് വിളി വന്നു. ഞങ്ങൾക്ക് ആളറിയാത്തതുകൊണ്ട് നല്ല തിരക്കുള്ളതുകൊണ്ട് കട്ട് ചെയ്തു. തിരിച്ചു വിളിച്ചപ്പോ തൊട്ടടുത്ത് റിങ് ചെയ്യുന്നു. ഒരാൾ ഹലോ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഈ കോളാണ് അത് അറ്റൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് സംശയം, ഇവനാണോ? ഇവനാവാൻ സാധ്യതയില്ല. എന്താ സംശയം തോന്നാൻ കാരണം എന്നറിയോ? സാധാരണ ലഹരി മരുന്നിന് അടിമപ്പെട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. ചിലവർ ഈ മുടിയൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കുത്തനെ ഇങ്ങനെ വളർത്തിയിട്ട് ഈ ചേന മുളച്ചിക്കണ മാതിരി. അല്ല, അങ്ങനെ മുടി വളർത്തുന്ന എല്ലാവരും മോശക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, ഒരിക്കലുമല്ല. അങ്ങനെ മുടി വളർത്തുന്ന എല്ലാവരും മോശക്കാരല്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ആ ചിന്ത മാറ്റിയത് നമ്മുടെ 2 കൊല്ലം മുമ്പ് പ്രളയം വന്നപ്പോ നരിപ്പറമ്പ് അങ്ങാടിയിലായിരുന്നു ഞങ്ങൾക്കൊക്കെ ഡ്യൂട്ടി. നരിപ്പറമ്പ് അവിടെ ഭാരതപ്പുഴ കരകവിഞ്ഞൊഴുകിയിട്ടേ വീടിന്റെ മുകളിലൂടെയൊക്കെയാണ് ഒഴുകണേ. അപ്പൊ രക്ഷാപ്രവർത്തനം നടത്തുമ്പോ, പോലീസും ഞങ്ങളൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോ പലപ്പോഴും ഒഴുക്കിലേക്ക് ഇറങ്ങാൻ പേടിച്ചു നിൽക്കുന്ന സമയത്ത് ഇതുപോലെ മുടി വളർത്തിയ കുറെ ആൺകുട്ടികൾ വന്നിട്ടാണ് ജീവൻ പണയം വെച്ചിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പം മാറ്റി. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടി കേൾക്കണം. അവരെങ്ങനെ മുടി വളർത്തട്ടെ, അന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന കുട്ടികൾ ആൺകുട്ടികളായിരുന്നു. അവര് ഒരു ലഹരിക്കും അടിമപ്പെടാത്ത നല്ല 1-ാം തരം കുട്ടികളായിരുന്നു. അതാണ് പ്രത്യേകത. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ പലപ്പോഴും എത്തിപ്പെടുന്നത് പകുതി ഭ്രാന്തന്മാരായിട്ട് ഇതുപോലെ മുടി വളർത്തി, ഈ കണ്ണൊക്കെ ഒന്ന് എഴുതി, ഇവിടെ ഈ പാന്റൊക്കെ ഇങ്ങനെ ഊരിപ്പോയിട്ട് താഴെ പോയി കിടക്കുന്നുണ്ടാവും. പാന്റ് ഇപ്പൊ വീണ് പോകുമെന്നൊക്കെ തോന്നും. ഷർട്ടിന്റെ ഇറക്കുണ്ടാവില്ല, കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ എല്ലാവർക്കും കാണിച്ചുകൊണ്ടാണ് പോവുക. ഈ ബട്ടൺസ് ഇട്ടിട്ടുണ്ടാവില്ല, കുളിക്കില്ല, നനക്കില്ല, അവരുടെ നടത്തത്തിലോ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല. ഒരു പിടയ്ക്കുന്ന ബൈക്കും ഉണ്ടാവും, ഇതുപോലെ കുറെ മുടി ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് ഞങ്ങളുടെ മുന്നിൽ എത്താറുള്ളത്. അതുകൊണ്ടാണ് സംശയം തോന്നിയത്, ഇവനാണോ വിളിച്ചേ, ഇവനാണോ ചപ്പ് സാധനം പറ്റില്ല എന്ന് പറഞ്ഞേ. കാരണം എന്താ അറിയോ, നന്നായി ഡ്രസ് ചെയ്ത് വെൽ ഡ്രസ്ഡ് ആണ്, നല്ല മുടി ചീകി, നല്ലൊരു ചെറുപ്പക്കാരൻ. എന്നിട്ട് തിരിഞ്ഞപ്പോഴാണ് അവന്റെ കണ്ണൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷെ നേരെ കാണാത്ത സമയത്ത് സംശയം തോന്നി. ഞങ്ങൾ അടുത്ത കോൾ വിളിച്ചപ്പോൾ അവൻ തന്നെയാണ് എടുക്കണത് എന്ന് തോന്നിയപ്പോൾ അവനെ പോയി പിടിച്ച പാടെ ഞങ്ങൾ അവൻ വിറയ്ക്കാൻ തുടങ്ങി. തൊട്ടടുത്ത ഗസ്റ്റ് ഹൗസിൽ ജീപ്പ് ഉണ്ട്, ആ ജീപ്പിനകത്ത് ഇരുത്തിയപ്പോ കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞത്, എന്റെ അച്ഛനും അമ്മയും ഇത് അറിയരുത്, അവരറിഞ്ഞാൽ ആ നിമിഷം മരിച്ചു കളയും, ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു, എന്തിനാടാ ഇത്രയധികം സ്നേഹം നിനക്ക് ഉണ്ടോ, എങ്കിൽ പിന്നെ എന്തിനതിൽ പോയേ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ മറുപടി രക്ഷിതാക്കളും കേൾക്കണം, നിങ്ങളും കേൾക്കണം. ആ മറുപടിയിൽ വേറെ കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട്.
അതായത് ഡ്രഗ്സിനെ പറ്റിയിട്ട് പലപ്പോഴും പറയപ്പെടുന്ന കേൾക്കുന്ന ഫാക്ടുകളല്ല സത്യം എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ പ്രലോഭനങ്ങൾ വരും, അതുകൂടി ഇതിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഥ പറയുന്ന പോലെ പറഞ്ഞു പോണേ. അവൻ പറഞ്ഞ മറുപടി, അവൻ 8ലും 9ലും 10ലൊക്കെ പഠിക്കണ, ഹൈസ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന പ്രായത്തില് മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നല്ല ബ്രില്യന്റ് ആയിട്ട് വിദ്യാർത്ഥി, നന്നായി പഠിക്കും. അത് മാത്രമല്ല, ലൈബ്രറിയിൽ പോവും, പുസ്തകങ്ങൾ എടുക്കും, വായിക്കും സ്വമേധയാ, ആരും പറയാതെ. നമ്മളോടൊക്കെ പലവരും പറയണം, പറഞ്ഞാലും നമുക്ക് മടിയാണ്. എനിക്കും മടിയായിരുന്നു, നല്ല മടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വെറുതെ ഇതുപോലെ ഒരു ചെറിയ യൂണിഫോം ഇട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അന്ന് അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് നന്നായി വായിച്ച് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടും വായിക്കാതെ ഞാൻ നിന്നത് കൊണ്ടാണ്. അന്ന് വായിച്ചിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടി ഒരു 2 സ്റ്റാർ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കായിരുന്നു. അതിരിക്കാത്തത് ഞാൻ അന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇപ്പൊ ഞാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ശ്രമിക്കാനുള്ള ഒരുപാട് മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണം. അതുകൊണ്ടാണ് പറയണേ, ഇപ്പൊ നിങ്ങൾ അതൊന്ന് മുഖവിലക്ക് എടുക്കണം. അപ്പൊ ഏതായാലും ഈ കുട്ടിക്ക് ആരും പറയാതെ സ്വമേധയാ പുസ്തകങ്ങൾ എടുക്കുന്നു, വായിക്കുന്നു. മലയാള പുസ്തകങ്ങൾ മാത്രമാണ്, മലയാള സാഹിത്യം. അതില് മലയാളത്തിലുള്ള എന്ത് ക്വിസ് നടത്തിയാലും നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അവനായിരുന്നു 1ാം സ്ഥാനം. ഇവന്റെ ഈ കഴിവ് കണ്ടിട്ട്, അവന്റെ പ്രത്യേകത കൊണ്ട് MT വാസുദേവൻ നായർ സാറോട് നേരിട്ട് സംവദിക്കാനുള്ള അവസരം അവന് കിട്ടി. സാറോട് ചോദിക്കുകയാണ്, സാറിന്റെ ഇന്ന പുസ്തകത്തിലെ ഇത്രാമത്തെ പേജിലെ കൃത്യമായിട്ട് ചോദിക്കാനുള്ള അറിവ്, ഇരുത്തിയ വായനയാണ്. ഇവൻ +2 കഴിഞ്ഞപ്പോ അവൻ ഒരു താല്പര്യമില്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ഒരു താല്പര്യമില്ല. അവന് മലയാളത്തിൽ മുന്നോട്ട് പോകണം, അതിൽ റിസർച്ച് ചെയ്യണം എന്നൊക്കെ അപ്പോഴേ സ്വപ്നം കണ്ടിരിക്കുകയാണ് ആ ചെറുപ്പത്തില്. അതൊക്കെ വായന കൊണ്ടുണ്ടാക്കിയ ഗുണമാണ്. ഇവനെ കൊണ്ടുപോയിട്ട് ഷൊർണൂരുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തു അച്ഛനും അമ്മയും. അവൻ പറയാണ്, സാറേ എനിക്ക് ഒരു ഇഷ്ടമില്ല, ഞാൻ 100 പ്രാവശ്യം ഒരു കാല് പിടിച്ച് പറഞ്ഞു, എന്നെ കൊണ്ട് വിടല്ലേ, എനിക്ക് വേണ്ട, എനിക്കത് പഠിക്കണ്ട. അച്ഛനും അമ്മയും നിർബന്ധിച്ച് കൊണ്ടുപോയി ചേർത്തു. പിന്നെ പറഞ്ഞ കഥ എന്താ അറിയോ? സാർ ഇത് എങ്ങനെ പഠിക്കണം എന്ന് എനിക്കറിയില്ല, അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഞാൻ ആകെ സങ്കടപ്പെട്ടു, എന്റെ മനസ്സാകെ മരവിച്ചു. അവസാനം 2 മാസം 3 മാസം തള്ളി നീക്കി. 3 മാസം കഴിഞ്ഞപ്പോ ആദ്യത്തെ ടെസ്റ്റ് പേപ്പർ നടന്നപ്പോ ആ ടെസ്റ്റ് പേപ്പറിൽ ഞാൻ തോറ്റു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പരാജയമാണ് ജീവിതത്തിലെ. അത്രയും ഒന്നാമനായി നിന്ന് അവൻ പരാജയപ്പെട്ടപ്പോ അവൻ അന്ന് തീരുമാനിച്ചു മരിക്കാൻ വേണ്ടി. രാത്രി മരിക്കുകയാണ്. തീരുമാനിച്ചപ്പോ അടുത്ത കാര്യം പറഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണൊക്കെ വിടർന്നു കേട്ടോ. എന്താ പറഞ്ഞറിയോ? സാറേ, എന്നെ രക്ഷപ്പെടുത്തിയത് ആരാന്നറിയോ? എന്നെ രക്ഷപ്പെടുത്തിയതേ എന്റെ കൂട്ടുകാരാണ് സാറേ. അത് പറഞ്ഞപ്പോ അവൻ എന്തോ ഒരു ആവേശം. എന്റെ കൂട്ടുകാരാണ് സാറേ എന്നെ രക്ഷപ്പെടുത്തിയേ, അവരാണ് സാറേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ, അവരോടാണ് സാറേ എനിക്ക് 100% കടപ്പാടും. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് അവര് കാരണമാണ് സാറേ. ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, അവരാണ് സാറേ എനിക്ക് ആദ്യമായിട്ട് ഒരു ബീഡി തന്നെ, ഒരു പൊതി കഞ്ചാവ്, ഒരു ബീഡി തന്നെ, അവരാണ് സാറേ. അത് കൊടുക്കുമ്പോ എന്താ പറഞ്ഞറിയോ? ഇന്നലെ കൊടുക്കുമ്പോ എന്താ പറഞ്ഞറിയോടാ? നീ എന്തൊട്ട് ചങ്ങാതിയാടാ, നിനക്ക് എന്താ കുഴപ്പം? നിന്റെ ജീവൻ കളയാനുള്ളതാണോ? ക്ലാസ് പോയിരുന്ന ഒന്നും മനസ്സിലാവില്ല, അതല്ലേ പ്രശ്നം. ഇതൊരെണ്ണാണ് പിടിപ്പിക്കടാ, ഇതൊരെണ്ണാണ് പിടിപ്പിച്ചാൽ അതിന് പറ്റിയ മരുന്നാണിത്. എന്നിട്ട് അവിടെ കരുതിണ്ടല്ലോ, എവിടെ കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ മുമ്പേ, ക്ലാസ് പോണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ഒരെണ്ണാണ് പിടിപ്പിക്കുക. എന്നിട്ട് അവിടെ പോയിരുന്നാല് ടീച്ചർ വന്ന് അല്ലെങ്കിൽ മാഷ് വന്ന് ക്ലാസ് എടുക്കുമ്പോ അദ്ദേഹം പറയുന്നത് നമ്മുടെ ചെവിയിൽ തട്ടിയാൽ മതി, ശ്രദ്ധിക്കൊന്നും വേണ്ട. ചെവിയിൽ തട്ടിയാൽ അത് അങ്ങനെ സേവ് ചെയ്തിട്ട് നമ്മുടെ തലച്ചോറിനകത്ത് ആണ് കയറ്റി ഇരുത്തും. അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. പറഞ്ഞ് പറ്റിക്കുകയാണ് കൂട്ടുകാര്. ഇതാണ് ഫാക്ട്, ഇതാണ് സത്യം. അതായത് ഇങ്ങനെ പറയാൻ ആളുണ്ടാവും. ഇത്ര വായനയുള്ള അറിവുള്ള അവനെ പറ്റിക്കാമെങ്കിൽ സാധാരണക്കാരനായ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ പറ്റിക്കാൻ ഒരു പണിയില്ല. അവനോട് പറയണേടാ ഇത് നാട്ടുകാർ പറയണമെന്നും ശരിയല്ല, ഇതൊക്കെ കുറെ ഡോക്ടർമാരും കുറെ പോലീസുകാരും വന്നിട്ട് ഇത് അങ്ങനെ കുഴപ്പമാണ് ഇങ്ങനെ കുഴപ്പമാണ്, ഒരു കുഴപ്പമില്ല, ഇത് മരുന്നാണ് സാധനം, ഇത് മരുന്നാണ്. എന്താ ഇത് മരുന്ന്? ഈ അയച്ചു നോക്ക്, കോട്ടക്കൽ ആര്യശാലയില് ഇതുകൊണ്ട് മരുന്നുണ്ടാക്കുന്നുണ്ട്, നിനക്കറിയോ? പല വലിയ വലിയ മരുന്നുകൾ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ ആരാണ് വെറുതെ പറയാണ് ഇതാണ് പിടിപ്പിച്ചു നോക്കുക, അതങ്ങനെ തലയിൽ കയറി ഇരിക്കും എന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാരുണ്ട്. ഫാക്ട് അതല്ല. ഷെയർ ദ ഫാക്ട്. ഒരു കാര്യം കൂടി പറഞ്ഞു അത്രേ, എക്സാമിന് പോണേന്റെ 1 മണിക്കൂർ മുമ്പ് ഒരാളാണ് പിടിപ്പിക്കാൻ കേട്ടോ. എന്നാൽ ഇവിടെ കയറിയിരിക്കുന്ന സാധനം ഇങ്ങനെ ആൻസർ ഷീറ്റിലേക്ക്, നമ്മുടെ പെന്നിലൂടെ ഇങ്ങനെ ആൻസർ ഷീറ്റിലേക്ക് പെടപ്പെടാതെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആണ് പെടപ്പിച്ച് ഇടാൻ പറ്റൂ. ചതിയാണ്. കൂട്ടുകാരാണ് നിങ്ങൾക്ക് വലുത്, വെറും കൂട്ടുകാരല്ല. നമ്മൾ പറയണത് ചങ്ക് എന്നാണ്. ചങ്ക്, വെറും ചങ്കല്ല. ചങ്ക് ബ്രോ. മരിച്ചാലും കൂടെ നിൽക്കും, കട്ടയ്ക്ക് കൂടെ നിൽക്കും. യാതൊരു സംശയം വേണ്ട മക്കളെ. ഇത് കേൾക്കുന്ന ആൺകുട്ടികൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ചങ്കുകൾ തന്നെയാണ് വേണ്ടത്, യാതൊരു സംശയമില്ല. ചങ്കുകൾ വേണം, കൂട്ടുകാർ വേണം.
നന്മ പറഞ്ഞു തരാൻ, നല്ലത് കാണിച്ചു തരാൻ. അല്ലാതെ നിങ്ങൾ കരുതുന്ന എല്ലാ ചങ്കുകളൊന്നും ചങ്കുകളല്ല. മരിച്ചാലും കൂടെ നിൽക്കും, കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നല്ല ചങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരു തെറ്റിലേക്ക് നീങ്ങുമ്പോൾ, നമ്മുടെ കൂട്ടുകാരി ഒരു തെറ്റിലേക്ക് പോവുകയാണ്, അത് പോയിക്കൊണ്ടിരിക്കുമ്പോ എടീ ഈ പണിക്ക് ഞങ്ങളെ കിട്ടൂലട്ടാ, യാതൊരു സംശയം, ഈ ഒറ്റയ്ക്കാണ് നടന്നോ, ഞങ്ങളെ കിട്ടില്ല, എന്റെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ പറയും, നിന്റെ ഉമ്മാന്റെ അടുത്ത് ഞങ്ങൾ പറയും എന്ന് പറയുന്ന കൂട്ടുകാരിയാണ് കൂട്ടുകാരി. അല്ലാതെ അവൾക്ക് കാവൽ നിൽക്കുന്ന കൂട്ടുകാരി അല്ല കൂട്ടുകാരി. അതുപോലെ തന്നെയാണ് ആൺകുട്ടികൾക്കും. ചങ്കുകൾ വേണം. നിങ്ങൾ കരുതുന്ന പോലെ എല്ലാ ചങ്കുകളൊന്നും ചങ്കുകളല്ല. ഞാൻ കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിൽ ഞാൻ പറയാം, അവിടെ 5-6 വിദ്യാർത്ഥികൾ വന്നിട്ട് എന്തോ സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഹാൻഡ്സ്, അതാണ് അത് ആരോ വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ചെന്നപ്പോ 5 പേരുണ്ടായിരുന്നു. എല്ലാവരും എണീറ്റ് ഓടി, നല്ല ഓട്ടക്കാരാണ്. പിന്നാലെ ഞങ്ങൾ ഓടി. എനിക്ക് അത്ര ഓടാൻ വയ്യെങ്കിലും ഒരുപാട് നല്ല ഓട്ടക്കാർ അവിടെ ഉണ്ട്. പോയിട്ട് 2 ആളെ പിടിച്ചു, 3 ആളെ കിട്ടിയില്ല. ഞങ്ങൾ ഇവരെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ്. ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയാലെങ്കിലും ആ 3 പേര് ഒന്ന് തിരിഞ്ഞു നോക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം 2 ചങ്കുകൾ ഞങ്ങളുടെ കയ്യിലാണല്ലോ. തിരിഞ്ഞു നോക്കിയില്ല. അത് പോട്ടെ, ഓഫീസിൽ കൊണ്ടുവന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അവര് വരും, പതുക്കെ കയറി വരും. അങ്ങനെ ചുറ്റിപ്പറ്റി വന്നിട്ട്, സാറേ അറിയാതെ പറ്റിയതാണ്, ഞങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ ചങ്കുകളൊന്നും വിടണം എന്ന് പറയാൻ വരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചേ. വന്നില്ല. 2.5 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു. ചങ്കുകളുടെ തടിയെടുത്തു. പക്ഷേ അവിടെ വന്നു, ഓടിക്കതച്ച് വന്നു. 3-ാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് ഓടിക്കതച്ച്, ചങ്ക് പൊട്ടിക്കൊണ്ട്, ഹൃദയം പൊട്ടിക്കൊണ്ട് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ എന്റെ കുട്ടി എവിടെ സാറേ, അവൻ എന്ത് തെറ്റാ ചെയ്തു സാറേ, എന്റെ കുട്ടിക്ക് എന്താ പറ്റി സാറേ എന്ന് ചോദിക്കാൻ, അവിടെ ഓടി വരാൻ, ചങ്ക് പൊട്ടാൻ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സത്യം. അല്ലാതെ ചില ചങ്കുകളും കൂടെ നിൽക്കട്ടോ. നല്ല ചങ്കുകളെ തെരഞ്ഞെടുക്കുക, അതാണ് നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആ പയ്യനെ ഞങ്ങൾ പിടിച്ചു വെച്ച പയ്യനെ ഞങ്ങൾ ഇറക്കി വിട്ടു. അവന്റെ അച്ഛനും അമ്മയും പോയി വിവരം അറിയിച്ചു. അച്ഛനൊരു ഗസറ്റഡ് ഓഫീസറാണ്, അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്. വിവരം അറിയിച്ചു, അവനെ കൊണ്ടുപോയി ചികിത്സിച്ചു, ഭേദമാക്കി, ബിടെക് കംപ്ലീറ്റ് ചെയ്തു. അവൻ ഇപ്പോ ഗൾഫില് മിനിമം 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന നല്ല ജോലിയായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ലീവിന് അവൻ നാട്ടിൽ വന്നപ്പോ അവൻ ഞങ്ങളെ കാണാൻ വേണ്ടി പൊന്നാനിയിൽ വന്നു. എന്റെ കൂടെ ഒരു സുനിൽ സാറും ഉണ്ടായിരുന്നു. ഞങ്ങളെ കാണാൻ വേണ്ടി പൊന്നാനിയിൽ വന്നു. അവൻ അവന്റെ സ്വന്തം കാറിൽ വന്നു. അങ്ങനെ തന്നെ ഞാൻ പറയൂ കേട്ടോ. ഇന്നസെന്റ് ചേട്ടൻ ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ സ്വന്തം കാറിൽ ഞാൻ വരുന്നു. അതേപോലെ അവൻ സ്വന്തം കാറിൽ വന്നു പറയാൻ കാരണം എന്താ അറിയോ? 30-32 ലക്ഷം രൂപ വില മതിക്കുന്ന, അത്ര വില വരുന്ന ഒരു പുത്തൻ കാറൊക്കെ വാങ്ങിക്കാൻ മാത്രം തക്കവണ്ണമുള്ള ഒരു അവസ്ഥയിലേക്ക് അവൻ വളർന്നു എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അവൻ വന്നിട്ട് നമ്മുടെ ഫേമസ് ബേക്കറിയിൽ കൊണ്ടുപോയിട്ട്, ഞങ്ങൾക്ക് സാറേ എന്തെങ്കിലും കഴിക്കൂ സാറേ, എനിക്ക് അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ്, എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാ, നിങ്ങൾ അന്ന് എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു ഞാനിപ്പോ ചിന്തിക്കുകയാണ്. എവിടെ എത്താതെ ഭ്രാന്തനായിട്ട് ഈ പൊന്നാനിയിലൂടെയും അല്ലെങ്കിൽ തിരൂരിലൂടെയും ഈ വളാഞ്ചേരിയിലൂടെയും ഞാൻ നടക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് സന്തോഷം. പക്ഷേ അവിടെ ഒരു പക്ഷേ കൂടെ ഉണ്ട് കേട്ടോ. ലഹരിക്ക് അടിമപ്പെട്ട് തിരിച്ചു വന്നവരെ കുറിച്ച് എനിക്ക് നിങ്ങളെ മുന്നിൽ പറയാൻ, എന്റെ അനുഭവത്തിൽ 23 വർഷത്തെ എന്റെ അനുഭവത്തിൽ എന്റെ വിരലിൽ എണ്ണാവുന്ന അനുഭവങ്ങളേ ഉള്ളൂ. ഒരിക്കൽ അടിമപ്പെട്ട് തിരിച്ചു വന്നവരെ കുറിച്ച്, അത്രത്തോളം അടിമപ്പെട്ടിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് വെച്ചവരൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പൊന്നാനി മേഖലയിൽ നിന്ന് മാത്രം 80 പേരെ നമ്മുടെ ലഹരി വിമുക്ത കേന്ദ്രമായ സർക്കാരിന്റെ കീഴിലുള്ള വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് 80 പേരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ പൊന്നാനി മേഖലയിൽ നിന്ന്. അതില് ഒരു 10-70% പേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ തീവ്രമായി അടിമപ്പെട്ട തിരിച്ചു പോരില്ല. എനിക്ക് അനുഭവം പറയാൻ ഈ 2-3 അനുഭവമേ ഉള്ളൂ. പക്ഷെ തിരിച്ചു പോരാതെ തകർന്ന് അടിഞ്ഞു പോയ 100 അനുഭവങ്ങൾ ഞാൻ പറയാം. പുഴുവരിച്ച് കിടക്കുന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മയക്കുമരുന്ന് അടിച്ചിട്ടേ മരിച്ചു കിടന്നിട്ട് ആരും ശ്രദ്ധിക്കാതെ പുഴുവരിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അറിയുന്ന ആൾക്കാര് വളാഞ്ചേരി വെച്ച് ഒരാളെ പിടിച്ചപ്പോ 365 പൊതി ഒരു മയക്കുമരുന്നായിട്ട് ഒരാളെ പിടിച്ചപ്പോ, ഈ കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോക്കപ്പിനകത്ത് കൊണ്ടുപോയിട്ടു. പാവമാണ്, ചെറുപ്പക്കാരനാണ്, വളരെ സാധുവാണ്. പക്ഷെ അവൻ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എണീറ്റ് വയലന്റ് ആയി, ഭ്രാന്തായി. അവൻ വന്നിട്ട് ഞങ്ങളോട് ഉറക്കെ, സാറേ ഇവിടെ വാ സാറേ, എനിക്ക് വേണം, എനിക്ക് സാധനം വേണം. പോയി കിടക്കട, അവിടെ എക്സൈസ് ഓഫീസിലാടാ സാധനം. ഞങ്ങളെ ചൂണ്ടിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ പോയി കിടന്നു. 1 മിനിറ്റ് കിടന്നില്ല, എണീറ്റു, ഓടി വന്ന് ലോക്കപ്പിൽ കുത്തനെയുള്ള അഴികളുണ്ടല്ലോ, ഈ അഴിയിൽ പിടിച്ചു, തല ശക്തമായിട്ട് അടിച്ചു. തല പൊട്ടി, നെറ്റി പൊട്ടി, ചോര ഒഴുകണു. അവിടെ ആകെ അലങ്കോലപ്പെടുത്തി. ഞങ്ങൾ ഓടിച്ചെന്ന് അവനെ ലോക്കപ്പിനകത്ത് കയറി കീഴ്പ്പെടുത്തി, കയ്യും കാലും കൂട്ടിക്കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തു, നോർമലായി. 2 മണിക്കൂർ ഒബ്സർവേഷൻ ഇടാൻ പറഞ്ഞു. കൊണ്ടുപോകാൻ നേരത്ത് ഞങ്ങൾ ചോദിച്ചു, സാറേ എന്ത് ചെയ്യും?
വല്ലാത്ത ഭ്രാന്താണ് അവൻ കാണിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ വീണ്ടും ഭ്രാന്ത് കാണിച്ച ഞങ്ങൾ എങ്ങനെയാണ് ഇവനെ കോടതിയിൽ വടകര വരെ വടകര കോടതിയാണ് കൊണ്ടുപോവുക എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോക്കോ, പേടിക്കേണ്ട, ഇനി 24 മണിക്കൂർ നേരത്തിന് അവൻ ഭ്രാന്ത് കാണിക്കില്ല. ഇത് വിത്ഡ്രോവൽ സിംറ്റം ആണ്. വിത്ഡ്രോവൽ മാനേജ് ചെയ്യാനുള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് തൽക്കാലത്തിന്, 24 മണിക്കൂർ നേരത്തിന്. വിത്ഡ്രോവൽ സിൻഡ്രോം അതിന്റെ സിംറ്റം ആണ് ഈ കാണിച്ചത്. സിംറ്റംസ് എന്താണ് വെച്ചാല്, ലഹരി മരുന്നിന് അടിമപ്പെടുന്ന ഒരാള്, അത് ഏത് ലഹരി മരുന്നാവട്ടെ, ബീഡി ആകാം, സിഗരറ്റ് ആവാം, ഹാൻഡ്സ് ആവാം, പാൻപരാഗ് ആവാം, അങ്ങനെ ഏതാവട്ടെ, ആ ലഹരി മരുന്നിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അത് ഉപയോഗിക്കുന്ന ആൾക്ക് അത് കിട്ടാതെ വരുമ്പോ ഭ്രാന്ത് കാണിക്കും. സിഗരറ്റ് വലിച്ചാൽ കിട്ടാതെ വന്ന ഭ്രാന്തൊന്നും കാണിക്കൂല. അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച് സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആളാണെങ്കിൽ ആകെ അസ്വസ്ഥത, തലവേദന, പ്രശ്നം. ക്ലാസ്സിൽ പോയിരുന്നാല് ഇത് എപ്പോഴാണ് അവരൊന്ന് അവസാനിക്കുക, ഈ ചെങ്ങാതി ഇതെന്ന്. ഇപ്പൊ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് മെല്ലെ വീഡിയോ ഓഫാക്കിയിട്ട് നമുക്ക് പോവാം. അതല്ലാത്തൊരു വേദിയിലെ സദസ്സിലായിരിക്കണമെങ്കിൽ എണീറ്റ് പോകാൻ പറ്റില്ല, ആകെ അസ്വസ്ഥതായിരിക്കും, ആകെ അവിടെ കാലിട്ടിട്ട് അങ്ങോട്ട് വരയ്ക്കും ഇവിടെ വരയ്ക്കും. മദ്യപിക്കുന്ന ആളാണെങ്കിൽ കൈ വരയ്ക്കും, എണീറ്റ് നിൽക്കാൻ പറ്റില്ല. അത് എത്ര വലിയവനായാലും ചെറിയവനായാലും കണക്കാം. അതിന്റെ കഥയൊക്കെ പറയാനുണ്ട്, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല. അതിൽ വലിയ ലഹരി മരുന്നാണെങ്കിൽ ഇതുപോലെ ഭ്രാന്ത് കാണിക്കും, കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് അടിക്കും, എറിയും, ഗ്ലാസ് ഒക്കെ എറിഞ്ഞുടയ്ക്കും, ഗ്ലാസിന്റെ കുപ്പിച്ചില്ല് എടുത്തിട്ട് കൈ സ്വയം കൈപ്പത്തിയിലും കൈത്തണ്ടയിലും മുറിച്ചിടും, ബ്ലേഡ് എടുത്തിട്ട് ശരീരം ഇങ്ങനെ വാർന്നിടും. ഇത് വിത്ഡ്രോവൽ സിംറ്റം ആണ് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ കോടതി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. രാവിലെ നേരത്തെ ഉണ്ട് അവന്റെ അമ്മ അവനെ കാണാൻ വേണ്ടി വരുന്നു. അവന്റെ ഉമ്മ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അവർ കയറി വരുമ്പോ വിട്ടുന്നേ ഇവൻ കണ്ടപ്പോ അവൻ പറഞ്ഞു, സാറേ ഒന്ന് തുറന്നുതാ സാറേ, എന്റെ ഉമ്മ വരുന്നു, എന്റെ ഉമ്മ, സാറേ ഒന്ന് തുറന്നുതാ സാറേ, എന്റെ ഉമ്മ കാണണ്ട ഞാൻ ഇതിനകത്ത് കിടക്കണത്, എന്റെ ഉമ്മാക്ക് വല്ലാത്ത സങ്കടാവും. ഞങ്ങൾ ചോദിച്ചു, എടാ അത്ര സങ്കടം ഉണ്ടെങ്കിൽ നിന്റെ ഉമ്മ കാണട്ടെ. അങ്ങനെ പറയല്ല സാറേ, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തല്ലേ, ഈ ലോകത്ത് എനിക്ക് എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തല്ലേ, എങ്ങനെ കാല് പിടിക്കാം, ഒന്ന് പുറത്തിറക്കി നിർത്ത്, ഈ ലോക്കപ്പിനകത്ത് ഞാൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ എന്റെ ഉമ്മ കരയും സാറേ. ഞങ്ങൾ തുറന്നു കൊടുത്തു. ഈ ഉമ്മേനെ കണ്ടപ്പോഴേ നമ്മള് ഈ KG ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്ന കുട്ടികളില്ലേ, ചെറിയ കുട്ടികൾ, ആ ഫസ്റ്റ് ദിവസം 2-ാം ദിവസമൊക്കെ കരച്ചിലും പിഴിച്ചിലും ജനലിലൂടെ ഒക്കെ കൊത്തി പിടിച്ചിട്ട് അമ്മാ ഉമ്മ എന്ന് പറഞ്ഞ് കരയണ കുട്ടികളില്ലേ, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വൈകുന്നേരം അമ്മ ചെല്ലുമ്പോ ഇത്ര നേരം കരഞ്ഞ് ആ 5-6 മണിക്കൂർ കാണാത്ത സങ്കടമൊക്കെ അമ്മയെ കാണുമ്പോ ഓടിച്ചെന്ന് ഒക്കത്തേക്ക് ചാടി കയറി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണ ആ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറില്ലേ, ആ കുഞ്ഞുങ്ങളെ പോലെ ഈ 22 വയസ്സുള്ള യുവാവ് ഈ ഉമ്മയെ കണ്ടപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ പറയണം, ഉമ്മ എന്താണ് ചെയ്യ ഉമ്മ, എനിക്ക് നശിച്ച മരുന്നില്ലാതെ ജീവിക്കാൻ വയ്യ, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യമ്മ, നമ്മൾ മരിക്കുക, എനിക്ക് എന്റെ സങ്കടം എന്റെ ഉമ്മാടെ പറയാനുള്ളൂ, ഞാൻ വേറെ ആരോടാ പറയാ, നമുക്ക് മരിക്കുക ഉമ്മ, നമ്മുടെ ഇക്കാക്കയും പോയി, ഇപ്പൊ ഞാനും ഇപ്പൊ ഇതിന് അടിമപ്പെട്ടല്ലോ, നമ്മുടെ ഇക്കാക്കയും പോയി, ഞാനും ഇതിന് അടിമപ്പെട്ടല്ലോ എന്നൊരു വാക്ക് അവൻ പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു, എന്തൊരു കാര്യം. അത് ചോദിച്ചപ്പോഴാണ് ആ കഥ അറിയുന്നത്. ഒരുപക്ഷെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾക്ക് അറിയുന്ന ഒരു സ്ഥലത്ത് ഒരു അജ്ഞാത ശവശരീരം, ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ചുരുണ്ട് കിടക്കുകയാണ്. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കണ്ട പ്രത്യേകത, അവന്റെ കൈത്തണ്ടയിൽ മുഴുവനും ശരീരത്തിൽ മുഴുവനും ബ്ലേഡ് കൊണ്ട് മുറിച്ച് ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ ആയിരക്കണക്കിന് മുറിവുകൾ. ഇതുപോലെ വിത്ഡ്രോവൽ സിംറ്റം വരുമ്പോ, ഭ്രാന്തി വരുമ്പോ മുറിക്കുകയാണ്. പിന്നെ കണ്ട പ്രത്യേകത, ഈ ഞരമ്പ് കിട്ടുന്ന ഭാഗത്ത് മുഴുവൻ സിറിഞ്ച് കുത്തിയിട്ട് ഓരോ ദിവസവും 2-3 നേരം കുത്തിയ അടയാളങ്ങളാണ്. അവസാനം അവന് ഈ ഞരമ്പ് കിട്ടാത്ത ഒരവസ്ഥ വന്നു. ഈ ഞരമ്പ് എത്ര മുറുക്കി കിട്ടിയാലും ഞരമ്പ് കിട്ടുന്നില്ല. ആ അവസ്ഥ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചു കയറ്റി, അവന്റെ മൂത്രക്കൊടിയിൽ അടിച്ചു കയറ്റി. ആ ഡോസാണ് കയറിയ പാടെ അവൻ മരിച്ചുപോയി. അന്ന് മരിച്ചു കിടന്ന ആ യുവാവിന്റെ നേരെ അനിയനെയാണ് അതേ കേസിൽ, അതായത് ആ ഉമ്മയുടെ മൂത്ത മകൻ മരിച്ചിട്ട് 62 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് 2ാമത്തെ മകനെ അതേ കേസിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്നത്. ആ മൂത്ത മകൻ ജ്യേഷ്ഠൻ മരിച്ച സമയത്ത് അവൻ തീരുമാനം എടുത്തു, മനസ്സ് തട്ടിയിട്ട് ദൈവത്തിന്റെ നാമത്തില് അമ്മയുടെ നെറുകയിൽ തൊട്ടിട്ട് അവൻ സത്യം ചെയ്തു, ജീവിതത്തിൽ ഒരിക്കലും എന്റെ അമ്മയാണ് സത്യം, ദൈവമാണ് സത്യം, ഞാൻ ഇനി തൊടില്ല, ഉപയോഗിക്കില്ല എന്ന് അവൻ സത്യം ചെയ്തത് മനസ്സ് തട്ടിയിട്ട് തന്നെയാണ്, ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ ആ സത്യത്തിന് ഒരാഴ്ചത്തെ ആയുസ്സേ ഉണ്ടായുള്ളൂ. വീണ്ടും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഉപയോഗിക്കും, കാരണം നമ്മുടെ തലച്ചോറിനകത്ത് അങ്ങനെ ഒരു സിസ്റ്റം അവിടെ നിൽക്കുന്നുണ്ട്, റിവാർഡ് സിസ്റ്റം. നമ്മൾ എന്ത് അതിനുള്ളിൽ കയറ്റി വെച്ചോ, നമുക്ക് അനുഭൂതി തരുന്ന, നമുക്ക് സുഖം തരുന്ന എന്തെങ്കിലും അതിനുള്ളിൽ കയറ്റി വെച്ചാൽ അത് വീണ്ടും വീണ്ടും വേണം എന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു സാധനം അവിടെ ഉണ്ട്. നമ്മുടെ തലച്ചോറിന്റെ പുറകിലാണത്. അമിഗ്ദല എന്നാണ് പറയുക അതിന്, നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ. ആ ബ്രെയിൻ, നമ്മുടെ മനസ്സ് പറയും
മനസ്സറിഞ്ഞുകൊണ്ട് സത്യം എടുക്കും. വേണ്ട, ഞാൻ ചെയ്യില്ല, സത്യം 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 എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ആ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ പറയും നീ സത്യം ചെയ്തോ, അത് നീ ഉപയോഗിക്കും, എനിക്കറിയാം, എടുത്തോ എടുത്തോ, എനിക്ക് വേണം എനിക്ക് വേണം. നമ്മുടെ മനസ്സല്ല ജയിക്കുക, ഇവനെ ജയിക്കൂ, യാതൊരു സംശയം വേണ്ട. പിന്നെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആ തലച്ചോറിനകത്തേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറ്റി വെക്കരുത്. കയറ്റി വെക്കാഞ്ഞാൽ മതി, പ്രശ്നമില്ല. കയറ്റി വെക്കാഞ്ഞാൽ മതി. നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് തിരിച്ചറിയണം. പലതും ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടുകളിൽ. അതാണ് മുരുകൻ കാട്ടാക്കട പറഞ്ഞത്, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടാതുണ്ണി. അതിന്റെ അപ്പുറത്തെ വരികളാണ് വല്ലാത്ത സങ്കടമുള്ള വരികൾ. ഏതറിയോ ആ കവിത? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയാം, നെല്ലിക്ക എന്ന് പറഞ്ഞ കവിതയാണ്. അതിന്റെ ശേഷമുള്ള വരികളുണ്ട്, അതുകൂടി 4 വരി ഞാൻ പാടാം. എന്തായിരുന്നു അറിയോ ആ വരി? അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അമ്മയാരെന്നറിയാതെ ആങ്ങള മാറി, അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി, പെങ്ങളാരെന്നറിയാതെ പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രശ്നം മാത്രമല്ല, അച്ഛനാരെന്നറിയാതെ അമ്മയാരെന്നറിയാതെ സ്വന്തം പെങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, ലഹരി മരുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയണേ. നിങ്ങൾ അറിയോ, ഇതിലുള്ള ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ തന്റെ ഇടമുള്ള ആൾക്കാരാണ്, നിങ്ങളൊക്കെ നല്ല ഒന്നാം തരം ഊർജ്ജസ്വലരായ ആൺകുട്ടികളാണ്, വീറും വാശിയുള്ളവരാണ്. നിങ്ങളെ സഹോദരിമാര്, നിങ്ങളുടെ അനിയത്തിയായാലും ചേച്ചിയായാലും അവരൊക്കെ ഈ നമ്മുടെ ടൗണിലൂടെ, നമ്മുടെ എടപ്പാളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വഴിയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരാള് വളരെ മോശമായിട്ട് അവരെ നോക്കിയാൽ, അല്ലെങ്കിൽ അവരോടൊരു കമന്റോ ഒരു എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഓടി വരുന്നൊരു ചിത്രമുണ്ട്. എന്താ അറിയോ? എന്റെ അനിയൻ, എന്റെ ഏട്ടൻ, എന്റെ സഹോദരനോട് ഞാനൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ പൊടി ഉണ്ടാവില്ല. നിനക്കറിയോ, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട്. അത് അവരുടെ ഉറപ്പാണ്, അവരുടെ മനസ്സിന്റെ ബലമാണ്. പക്ഷേ ആ സഹോദരനെ പേടിച്ച്, നിങ്ങളെ പേടിച്ച്, നിങ്ങളെ വീട്ടിനകത്ത് പോലും നിൽക്കാൻ പറ്റാതെ രാത്രി ഇറങ്ങി ഓടേണ്ടി വരികയാണ് ഒരു അനിയത്തിക്കെങ്കിൽ, ഒരു ചേച്ചിക്കെങ്കിൽ, ഒരു സഹോദരിക്കെങ്കിൽ. അതിലും വലിയൊരു ദുരന്തം ഈ ലോകത്തുണ്ടോ? അതാണ് ലഹരി മരുന്ന് ചെയ്യുന്നത്. അപ്പോ ഇനി ഞാൻ ആ ലഹരി മരുന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ശരീരത്തിലും ചെയ്യുന്നത് എന്താണ് എന്ന് കുറച്ചുകൂടി പറയാൻ എനിക്ക് സമയമുണ്ടോ? എനിക്ക് ഒരു തിരക്കുമില്ല, എനിക്ക് ഇനി എത്ര സമയം വേണമെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഇനി പ്രശ്നമുള്ളൂ. അപ്പോ അനീഷ ടീച്ചറെ, ഞാൻ എത്ര സമയം എനിക്ക് ഉപയോഗിക്കാം? അതിന് ഇന്ററാക്ഷൻ ഒരു 10 മിനിറ്റ് അവർക്ക് സംസാരിക്കാനും കിട്ടണ്ടേ? അതൊന്ന് പറഞ്ഞോളൂ. സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഒന്ന് പറയാൻ പറ്റുമോ? സാറ് സമയം എടുത്തോളൂ സാറ്. അതെ. അപ്പൊ അടുത്ത് ഞാൻ വരുന്നത് ഇതാണ്. ലഹരി മരുന്ന് തീവ്ര അടിമപ്പെട്ട് കഴിഞ്ഞാൽ വിത്ഡ്രോവൽ സിംറ്റം ഇതാണ്. ഇതൊക്കെ ആരും കാണിക്കും, ഞാനും കാണിക്കും, നിങ്ങളും കാണിക്കും. ആരും, അത് എത്ര വലിയ IAS കാരനായാൽ പോലും ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് സ്ഥിതി. നമ്മൾ കണ്ടതാണ്. ബോധം പോയി കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കും. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി പറയാം. നമ്മുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളില്, പൊന്നാനിയല്ല, MESന്റെ വേറൊരു സ്ഥലത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ ഉദ്ഘാടനം വളരെ വിപുലമായിട്ട് നടക്കുകയാണ്. വലിയ പ്രോഗ്രാമാണ്. PTA പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എക്സൈസിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ ആണ്. 500 കുട്ടികൾ ഒന്നിച്ചിരുത്തിയിട്ട് വലിയ ഹാളില് നല്ല സംവിധാനത്തോടു കൂടി ചെയ്യുന്ന പരിപാടിയാണ്. രാവിലെ പരിപാടി നടക്കാനിരിക്കെ പെട്ടെന്നതാ, അപ്പൊ ഞാനന്ന് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഞങ്ങളുടെ ഇൻസ്പെക്ടർ SI ആണ്, ഈ CIയുടെ താഴെയുള്ള ആളാണ്. ആ ആള് എങ്ങനെയാ പറയുക, മൂപ്പർക്ക് രാവിലെ 2 അടിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം രാവിലെ അടിച്ചില്ലെങ്കിൽ കൈ വറയ്ക്കും. ഇൻസ്പെക്ടറാണ് കേട്ടോ. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിനെ അപകീർത്തിപ്പെടുത്തല്ല. പണ്ടൊക്കെ എക്സൈസിലും പോലീസിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഞാൻ വളരെ ധൈര്യത്തോടെ അഭിമാനത്തോടെ പറയും, ഇപ്പൊ എക്സൈസിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ എക്സൈസിലും ഉണ്ടായിരുന്നു. അതിപ്പോ എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും, അധ്യാപകരിലും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലോ.
ഇദ്ദേഹം എങ്ങനെയായിരുന്നു? രാവിലെ രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കും. ഓഫീസിൽ ഇങ്ങനെ വന്നിരിക്കും. ഞങ്ങള് 8 മണിക്ക് ചെല്ലേണ്ട ആൾക്കാര് ചിലപ്പോൾ നേരം വൈകി ഓടി കതച്ചിട്ട് ഒരു 8:30 ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിനിലൊന്നല്ല ഇരിക്കുക, ഞങ്ങളുടെ കൂടെ വന്നിരിക്കുക. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് ആദ്യം ഒരു സല്യൂട്ട് ചെയ്യും. സല്യൂട്ട് ചെയ്യുമ്പോൾ സല്യൂട്ട് മടക്കും. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അയാൾ ചോദിക്കും, എടാ നീ എപ്പോഴാണ് കയറി വന്നേ? ഇത് ചന്തയാണടാ തോന്നുമ്പോൾ കയറി വരാൻ എന്നൊക്കെ ചോദിക്കും. ഈ മനുഷ്യൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ് ഉദ്ഘാടനത്തിന്റെ അന്ന് CI വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ വരുന്നു, CI വിളിക്കണേ. പിന്നെ ഇൻസ്പെക്ടർ, നിങ്ങൾ ആ MESന്റെ സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്ന് പോകണം കേട്ടോ, എന്നാൽ അവിടെ ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ ഉദ്ഘാടനം ഉണ്ട്. ഞാനാണ് ഉദ്ഘാടനം ചെയ്യേണ്ട ആള്, പക്ഷെ മിനിസ്റ്റർ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് ഉദ്ഘാടനം ചെയ്യണം. ഫോൺ ഒരൊറ്റ എയറാണ്, റിസീവർ ഒറ്റ എയറാ. എന്നോട് ഉദ്ഘാടനം ചെയ്യാനേ ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ്, ഞാൻ 2 അടിച്ചിട്ടായിരിക്കണേ, എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ ഈ കോലത്തിൽ ഞാൻ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറേ എന്ത് ചെയ്യാനാ, CI പറഞ്ഞതല്ലേ കേൾക്കണ്ടേ, ആരെങ്കിലും ചെല്ലണ്ടേ, ഒരു കാര്യം ചെയ്യേ, സാറ് യൂണിഫോം ഇട്ട് വന്നാൽ മതി, വായ തുറക്കരുത്, മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ മസിൽ പിടിച്ചിട്ട് ഗൗരവത്തിലൂടെ ഇരുന്നോളൂ. ഉദ്ഘാടനത്തിന് സമയമാകുമ്പോൾ ഞാൻ എണീറ്റിട്ട് സംസാരിച്ചു, സാറ് സുഖമില്ല എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് പോയിട്ട് അവിടെ കയറി ചെന്നു. ഉദ്ഘാടനം തുടങ്ങാൻ അവിടെ ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങും. അദ്ദേഹം ഇരുന്നു, അതിന്റെ അപ്പുറത്ത് ഞാനിരുന്നു, അതിന്റെ അപ്പുറത്ത് പ്രിൻസിപ്പാൾ ഇരുന്നു, അതിന്റെ അപ്പുറത്ത് PTA പ്രസിഡന്റ് ഇരുന്നു. ആ മണം അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്, അദ്ദേഹം അടിച്ച സാധനത്തിന്റെ മണം. അപ്പൊ എന്നോട് പ്രിൻസിപ്പാൾ ചെവിയിൽ ചോദിച്ചു, അല്ല ഗണേഷേ എന്ത് പരിപാടിയാടോ? എന്റെ കുട്ടി ഇത് ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ ഉദ്ഘാടനമാണ്, ബാറിന്റെ ഉദ്ഘാടനമല്ല. എന്റെ കുട്ടികളെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ കോലത്തിലാണ് ഇയാൾ വന്നിരിക്കണേ, ഇത് എന്ത് പരിപാടിയാ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, സാറേ അബദ്ധം പറ്റിയതാണ്, സാറ് പേടിക്കണ്ട, അയാളെ വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ മതി ഉദ്ഘാടനത്തിന്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മിസ്റ്റർ ഗണേഷിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു എന്റെ മുഖത്തേക്ക് മൈക്കിന്റെ അവിടുന്ന്. അതിൽ ഞാൻ എണീക്കാൻ നോക്കിയപ്പോ ഇൻസ്പെക്ടർ എന്നെ ഇങ്ങനെ ഒരു നോട്ടം, എന്നിട്ട് എന്റെ തുടയിൽ ഒരു കാലിന്റെ അവിടെ ഒറ്റടി, ഇരിയുടെ അവിടെ, നീയോ ഇൻസ്പെക്ടർ അതോ ഞാനോ ഇൻസ്പെക്ടർ? ഞാനാണെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യും, സാറ് ഉദ്ഘാടനം ചെയ്യ്. ഞാൻ ഉറപ്പിച്ചു, ദൈവമേ എന്റെ പണിയും പോയി അയാളുടെ പണിയും പോയി, ഇത് ചാനലിൽ വരും, പ്രശ്നമാവും. ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മദ്യപിച്ച് എക്സൈസുകാർ സ്കൂളിൽ കുട്ടികളുടെ മുന്നിൽ, എത്ര വലിയ പ്രശ്നമാണ്. ഞാൻ ഉറപ്പിച്ചു. അദ്ദേഹം പോയിട്ട് മൈക്കിന്റെ അവിടെ പോയി മൈക്ക് എടുത്തു, നിർത്തി, ഒന്ന് വളച്ചു നിർത്തി, അതൊന്നും ലെവലാവുന്നില്ല. അവസാനം കറക്റ്റായി 4 സെന്റൻസേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഞാൻ ഇവിടെ പറയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ ഒരിക്കലും അപകീർത്തിപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത്. ഇതിന്റെ ബാക്കി കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇൻസ്പെക്ടർ ആയാലും സാധാരണക്കാരനായാലും കൂലിപ്പണിക്കാരനായാലും കോൺസ്റ്റബിൾ ആയാലും വിദ്യാർത്ഥി ആയാലും ആണായാലും പെണ്ണായാലും കുഞ്ഞായാലും വയസ്സായാലും ആർക്കും സംഭവിക്കാം എന്ന് പറയണം. ആരും അടിമപ്പെട്ടാൽ അടിമപ്പെട്ടതാണ്, അതുകൊണ്ടാണ് പറയണേ. അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, മദ്യപാനത്തിന്റെ ദുരന്ത സാക്ഷിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ പ്രായത്തിൽ തുടങ്ങിയതാ, ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാ. ഇപ്പൊ 2 നേരം ഇത് കഴിക്കാതെ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, എന്റെ കയ്യും കാലും വിറയ്ക്കും. കൂടി വന്നാൽ 6 മാസമേ ഞാൻ ജീവിച്ചിരിക്കൂ, അതിനു മുമ്പ് ഞാൻ മരിച്ചു പോകും. എന്നെ പോലെ നിങ്ങൾ ആവരുത് മക്കളെ, എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ ആവരുത്. ഇതാ ഈ ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കണ്ണു തുടച്ചിട്ട് ആ മനുഷ്യൻ അവിടെ വന്നിരുന്നു. അതിന് വലിയൊരു സന്ദേശം വേറെ വേണ്ടല്ലോ. 6 മാസം പോയിട്ട് 3 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ ഒരു പട്രോളിങ്ങിനിടയിൽ ജീപ്പിൽ ആ സൈഡിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്, ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഛർദിച്ചപ്പോ മുഴുവൻ രക്തം. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മിംസിൽ കൊണ്ടുപോയി, അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗണേശ കുഴപ്പമൊന്നുമില്ലടാ, കരള് പോയതാ, കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞു. നീ എല്ലാ കോളേജിലും സ്കൂളുകളിലൊക്കെ പോകുന്ന ആളല്ലേ, മക്കളോട് പറയണം, എന്റെ കഥ പറയണം, ഒരിക്കലും എന്നെ പോലെ ആവരുത് എന്ന് പറയണം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. ആ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ, പിറ്റേ ദിവസം മരണപ്പെട്ടു. എന്റെ അനുഭവമാണ് പറയണേ. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ശരീരത്തിലും നമ്മുടെ സമൂഹത്തിലും എന്തൊക്കെ ലഹരി ചെയ്യുന്നു എന്നത്, ശരീരത്തിൽ ചെയ്യുന്നത് ഇനി ഞാൻ പറയുന്നില്ല, സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നത് ഒരു 10 വരി കവിതയിലൂടെ പാടിയിട്ട് ഞാൻ അത് അവതരിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ കവിത ലഹരി തന്നെ നിങ്ങളോട് പറഞ്ഞു തരികയാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ സമൂഹത്തില് ഭ്രാന്ത് പിടിച്ച കുറെ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ലഹരി പറയാണ്. തഴുകിത്തലോടി ഉറക്കേണ്ട പുത്രിയെ തല തൂക്കി കിണറ്റിലേക്കെറിയിച്ചതും ഞാൻ, പൊന്നുപോൽ വളർത്തിയോരച്ഛന്റെ മൂർധാവ് പുത്രനാൽ തല്ലിപ്പിളർപ്പിച്ചതും,
പുത്രന്റെ കർണത്തിൽ താതൻ തന്നതിപാദം ബധിരവിലാപിയായി അലയിച്ചതും ഞാൻ. പതിവായി അന്നം വിളമ്പുന്ന കാന്തയുടെ കണ്ണിൽ കത്തി കയറ്റിച്ചതും, പതിവായി അന്നം വിളമ്പുന്ന ഭാര്യയുടെ കണ്ണിൽ കത്തി കയറ്റിച്ചതും ഞാനാണ് ലഹരി. പാൽപ്പല്ലു പറയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ പൂ പോലെ പിച്ചിത്തെറിപ്പിച്ചതും ഞാൻ. സീതയ്ക്കു തുല്യയായിരുന്നോരു പത്നിയെ തെരുവിന്റെ ചോപ്പിൽ വിൽപ്പിച്ചതും, സ്വപ്നങ്ങളേറെ കണ്ടൊരക്കുമാരിയെ സ്വതാതൻ തൻ ഗർഭം ചുമപ്പിച്ചതും. അവിടെ ഞാൻ നിർത്തും. ഇനി ഒരുപാട് വരികളുണ്ട്, എന്താ നിർത്താത്ത? ഞാൻ ആ കവിത എഴുതിയപ്പോ ഏറ്റവും സങ്കടത്തോടു കൂടി എഴുതിയ വരി, അതുകൊണ്ടാണ് നിർത്തിയേ. എനിക്ക് പറയാതെ പോകാൻ വയ്യ. എന്താ സങ്കടം എന്നറിയോ? എന്തുകൊണ്ടാണ് ലഹരിക്ക് കൂടുതലും കുഞ്ഞുങ്ങൾ അകപ്പെടും, വിദ്യാർത്ഥികള്, യുവാക്കൾ അകപ്പെടുന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ പഠനങ്ങളില് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാര്യം പറയാനുണ്ട്. അത് നമുക്ക് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ ഞാൻ ചുരുക്കി പറയാണ്. കുടുംബം സ്വസ്ഥമായിരിക്കണം. സ്വസ്ഥത ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് ലഹരിയിലേക്ക് അടിമപ്പെടുന്നത് എന്ന് ആദ്യം പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നു, കുടുംബം ഭദ്രമായിരിക്കണം. ഭദ്രതയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് ലഹരിയിലേക്ക് അടിമപ്പെടുന്നത്. എന്താണ് ഭദ്രത? അത് വേറൊന്നുമല്ല, എന്റെ അച്ഛന്റെ കൈകളിൽ അല്ലെങ്കിൽ എന്റെ ഉപ്പയുടെ കൈകളിൽ എന്റെ ജീവിതം സുരക്ഷിതമാണ്. എനിക്ക് എന്ത് വന്നാലും എന്റെ കൂടെ നിൽക്കാൻ എന്റെ അച്ഛനും അമ്മയും ഉണ്ട്. അത് വലിയൊരു വിശ്വാസമാണ്. ഇത് പറയുമ്പോ പലപ്പോഴും ഞാൻ പറയാറുണ്ട് മക്കളോട്, നിങ്ങൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയണം. എല്ലാ സ്കൂളിലും പോയി പറയാറുണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങളെ മനസ്സിൽ ഒരു കളങ്കം പാടില്ല. എല്ലാം തുറന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരോട് പറയണം. എന്ത് സങ്കടം ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ സങ്കടം എല്ലാം പോയി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാവും, നല്ല ഭാരമില്ലാത്തതാവും. അല്ലാതെ കള്ളമുള്ള മനസ്സിനെ അടക്കിയിരുത്താൻ പറ്റില്ല. ക്ലാസ്സിൽ പോയിരുന്ന നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കളങ്കമുള്ള മനസ്സിനെ പിടിച്ചിരുത്താൻ പറ്റില്ല എന്നൊക്കെ പറയും. അത് പറയുമ്പോ ഒരു ദിവസം ഒരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ എന്താ മോളെ പറ. ആ കുട്ടിയുടെ സങ്കടം പറഞ്ഞ് അവസാനം പൊട്ടിക്കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് അവസാനം പറഞ്ഞു, സാറല്ലേ പറഞ്ഞ് ഈ സങ്കടങ്ങൾ മുഴുവൻ അമ്മയുടെ അടുത്ത് പോയി പറയണമെന്ന് സാറല്ലേ പറഞ്ഞ്. എന്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ ഏത് അമ്മയുടെ അടുത്താണ് സാറേ പറയേണ്ടത്? എനിക്കൊരു അമ്മ ഇല്ല സാറേ, എന്റെ അമ്മ മരിച്ചു എന്ന് പറയുന്ന അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളും കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ ഇതിൽ ഉണ്ടാവട്ടെ. ഞാൻ പറയുന്നത് ഇതിൽ പ്രത്യേകിച്ച് അധ്യാപകരോട്, ഇതിലത്തെ അധ്യാപികമാരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള മക്കള് നിങ്ങളുടെ മുന്നിലും വന്നിരിക്കും. അവരുടെ അമ്മയാവാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് സാധിക്കണം. അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ. അവൾ ദുഃഖിച്ചിരിക്കും, എന്താണ് നിനക്ക് പറ്റിയത്, നിനക്ക് എന്താ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന അമ്മയാവാൻ അധ്യാപകർക്ക് സാധിക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് ഭദ്രത? എന്റെ അച്ഛന്റെ കൈകളിൽ എന്റെ ജീവിതം സുരക്ഷിതമാണ്. അതാണ് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പറഞ്ഞത്. അദ്ദേഹം ഒരു വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിമാനം ടേക്ക് ഓഫ് ചെയ്തു, പറന്നു, ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഒന്ന് ജർക്ക് ചെയ്യാൻ തുടങ്ങി. അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതിന്റെ കോ പൈലറ്റ് അനൗൺസ് ചെയ്തു, വിമാനം തകരാൻ പോവാണ്. യാതൊരു സംശയമില്ല, ഇനി ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഒരു കൂട്ട നിലവിളി അതിനകത്ത് നിന്ന്. 230 യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാവരും അവനവന്റെ ദൈവത്തെ വിളിച്ച്, ജാതി മതമൊന്നുമില്ല, വിളിച്ച് നിലവിളിക്കുന്നു. ആകാശത്തുനിന്ന് ഒരു കൂട്ട നിലവിളി. പക്ഷെ 230 യാത്രക്കാരിൽ 229 പേരും ഇതുപോലെ ഇരിക്കുമ്പോ ഒരു 10 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ് മാത്രം അവന്റെ സീറ്റിൽ ഇരുന്നിട്ട് യാതൊരു പേടിയുമില്ലാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ അവനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആർപ്പുവിളി വരുമ്പോ അവൻ തല ഉയർത്തി പതുക്കെ നോക്കും. എന്നിട്ട് ഒരു ചെറിയ ചിരിയോട് കൂടി വീണ്ടും ഇങ്ങനെ പുസ്തകത്തിലേക്ക് വായിക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോ വിമാനത്തിന്റെ നിയന്ത്രണം തിരികെ വന്നു. വളരെ സുരക്ഷിതമായിട്ട് വിമാനം ഇറങ്ങേണ്ട എയർപോർട്ടിൽ ഇറക്കി. ആ പൈലറ്റ് വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോയി ഇറക്കി. ഈ യാത്രക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നവരൊക്കെ ഓടി വരുന്നു, കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ കരയുമ്പോ ഈ ജേർണലിസ്റ്റ് നേരെ പോയത് ഈ കുട്ടിയുടെ അടുത്തേക്കാണ്. ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഇവിടെ വാ, ചോദിക്കട്ടെ, ഞാനൊരു ജേർണലിസ്റ്റാണ്, ഞാൻ ഈ ബോംബ് സ്ഫോടനങ്ങൾ നടന്ന സ്ഥലത്ത് നേരിട്ട് പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. വലിയ അപകടം പിടിച്ച സ്ഥലമാണ്, പക്ഷെ ഞാൻ പേടിക്കാറില്ല. ഭൂമികുലുക്കം നടന്ന സ്ഥലത്ത് പോവാറുണ്ട്, അപ്പോഴും ഞാൻ പേടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്ന ഈ വിമാനം ഇതാ തകരാൻ പോവാണ്, ഈ നിമിഷം ഞാൻ മരിക്കാൻ പോവാണെന്ന് പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ പോലും പേടിച്ച് കരയായിരുന്നു. ഞാൻ പോലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിനക്കൊരു പേടിയും കണ്ടില്ലല്ലോ മോനെ, നിനക്കത് പേടില്ലേ? മരിക്കാൻ പേടിയില്ലേ? ജീവിക്കണം എന്നൊന്നും ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, ഇവിടെ ഇരിക്കുന്ന മക്കളും ഇത് കേൾക്കുന്ന രക്ഷിതാക്കളും ഒക്കെ നെഞ്ചേറ്റേണ്ട ഒരു മറുപടി അവൻ പറഞ്ഞേ.
അവൻ പറയാണ് ഈ വിമാനം എങ്ങനെയൊക്കെ ആടി ഉലഞ്ഞോട്ടെ, ഇതിന്റെ നിയന്ത്രണം ഇതിന്റെ പൈലറ്റ് തിരിച്ചു പിടിക്കും. ഇത് എങ്ങനെ ആടി ഉലഞ്ഞോട്ടെ, എങ്ങനെ ഇതിന്റെ നിയന്ത്രണം തെറ്റിക്കോട്ടെ, ഇത് ആകാശത്ത് നിന്ന് കീഴ്മേൽ മറിഞ്ഞോട്ടെ, എന്നാൽ പോലും അത് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിന്റെ നിയന്ത്രണം തിരികെ പിടിച്ച് നമ്മളെ യാത്രക്കാരെ ഒരു കുഴപ്പവുമില്ലാതെ സേഫ് ആയിട്ട് നമുക്ക് ഇറങ്ങേണ്ട എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കാനുള്ള സകല ശേഷിയും കഴിവും ഒക്കെ ഉള്ള ആളാണ് ഈ വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ പൈലറ്റ് എന്ന് എനിക്കറിയാം. കാരണം ഇതിന്റെ പൈലറ്റ് എന്റെ അച്ഛനാണ്, ഇതിന്റെ പൈലറ്റ് എന്റെ ഉപ്പയാണ്, എന്റെ അച്ഛൻ എനിക്ക് വിശ്വാസമാണ്. ഇതാണ് ഭദ്രത. ഇങ്ങനെ തന്നെ ആവണം. പക്ഷെ അടുത്ത കാര്യം ഞാൻ പറയുമ്പോ ഇതിലിരിക്കുന്ന കുഞ്ഞുങ്ങളാരും ഒന്നും കരുതരുത്. നിങ്ങളെ വീട്ടുകാരെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഫാക്ട്, ആ ഫാക്ട് അറിയിക്കാൻ വേണ്ടി അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ അച്ഛന്റെ കൈകളിൽ എന്റെ ജീവിതം സുരക്ഷിതമാണ്, ഭദ്രമാണ് എന്ന് പറയുമ്പോ ഞാൻ അറിയുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഇപ്പോഴല്ല, കുറച്ചു കാലം മുമ്പ് ആ വീട്ടിൽ 16ഉം 18ഉം വയസ്സ് പ്രായമുള്ള 2 പെൺമക്കളെ ഒരമ്മ രാത്രിയായാൽ അടുത്ത വീട്ടിൽ കൊണ്ടു ചെന്നാക്കും. എന്നിട്ട് പറയും ഈ മക്കൾ ഇന്നൊന്നും നിന്നോട്ടെ, ഇവിടെ രാത്രി ഒന്നും ഇവിടെ നിർത്തിക്കോട്ടെ. അപ്പൊ അവർ ചോദിക്കും നിങ്ങളെ വീട്ടിൽ എന്താ കുഴപ്പം, എന്താ നിങ്ങളെ വീട്ടിൽ എന്താ പ്രശ്നം? അത് അവർ പറയില്ല. അടുത്ത ആഴ്ച വീണ്ടും കൊണ്ടുവരും, ഇന്നുകൂടി എന്റെ മക്കൾ ഒന്ന് നിർത്തിക്കോട്ടെ, നാളെ രാവിലെ കൊണ്ടുപോക്കോളാം എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചു എന്താ നിങ്ങളുടെ വീട്ടിൽ എന്താ കുഴപ്പം, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അവരിവിടെ നിന്നോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ, കുത്തി ചോദിച്ചപ്പോ അവർ പറഞ്ഞു കുട്ടികളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ആ മനുഷ്യൻ വരുന്ന ദിവസമാണ് ഈ 2 മക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കണേ. എനിക്കിത് പറയാൻ മടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തെ. ആ മനുഷ്യൻ ആ വീട്ടിനകത്ത് ഉണ്ടാവുമ്പോ ഈ പ്രായപൂർത്തിയായ 2 മക്കളെ അയാളുടെ മക്കളാണ്, പക്ഷെ അയാളുടെ മുന്നിൽ നിർത്തി കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്ന ഗതികെട്ട അമ്മമാര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നേരം ഇരുട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികളുണ്ട്. നേരെ ഇരുട്ടുമ്പോഴാണ് ഉപ്പ കയറി വരിക. ഉപ്പയുള്ള വീട്ടിൽ നിൽക്കാൻ ധൈര്യമില്ല. അതാണ് വിനോദ് കോവൂരിന്റെ ഒരു ഡോക്യുമെന്ററി. നമ്മുടെ MIT മൂസക്കായി ഇല്ലേ, മൂസക്ക, അയാളുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. കോഴിക്കോട് പൊളിഞ്ഞ കടൽപ്പാലം, കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു യുവതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക. അവിടെ ഒരു കടലക്കച്ചവടക്കാരനായിട്ട് ഇയാൾ ചെല്ലുമ്പോ യാതൊരു വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന പുതിയ തലമുറയോടുള്ള ഒരു ആക്ഷേപമുണ്ട്. അമ്മയെന്ന് വഴക്ക് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ മാർക്ക് ലേശം കുറയുമ്പോഴേക്കും പോയി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന പുതിയ തലമുറയോടുള്ള ഒരു ആക്ഷേപത്തിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കണ്ട, ശരി മരിക്കാൻ വന്ന് നിൽക്കുകയാണല്ലേ, ഇന്ന് മോളെ ഒന്ന് മരിച്ചൂട്, ഒന്ന് കാണട്ടെ, ചെന്ന് ചാട്, ഞാനൊന്ന് കാണട്ടെ. കുറെ ആൾ ഇവിടെ ഇത് മരിച്ചിക്കണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റിക്കില്ല, മൂസക്കായി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ അവള് രൂക്ഷമായിട്ട് നോക്കും. കാരണം അവളുടെ മനസ്സ് മരവിച്ച് മുരടിച്ചിട്ടാണ്, അവൾ മടുത്തിട്ടാണ് വന്നിരിക്കണേ. ഒരു കാര്യം ചെയ്യും മോളെ, നീ അപ്പുറത്ത് വന്ന് ചാടിക്കോ, ഇവിടെ നിങ്ങടി ചാടിക്കോ ഈ മൂലയെന്ന്. കാരണം അപ്പുറത്ത് മൂല ചാടിയാൽ അവിടെ ഇരുമ്പിന്റെ കുറ്റി ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ട് വെള്ളത്തിന്റെ അടിയിൽ. നേരെ പോയിട്ട് അതിന്റെ മുകളിലാണ് തല അടിക്കുക. എന്റെ കുട്ടിയുടെ തലാണ്ട് പൊളിഞ്ഞു പോകും, ഒറ്റയടിക്ക് മരിക്കും. അല്ല നീ ഏതായാലും മരിക്കാൻ വേണ്ടി വന്നിക്കുകയാണല്ലോ, പക്ഷെ നീ മരിച്ചോട്ടെ, പക്ഷെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യണ ആ പോലീസുകാർ ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ഈ തമാശയൊന്നും ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവള്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അയാൾ പറയും മരിക്കണില്ലേ, ഒരു കാര്യം ചെയ്യേ, ഒരു പാക്കറ്റ് കടല കഴിച്ചു, ഒരു 10 രൂപയുടെ കച്ചവടം കാക്കാക്ക് അവസാനം കാക്കാക്ക് ഒരു 10 രൂപയുടെ കച്ചവടമൊക്കെ തന്നിട്ട് നല്ല കുട്ടിയായിട്ട് മരിക്കും. അത് മരിക്കാൻ വിടില്ല അയാൾ, അത് ഉറപ്പാണ്. എന്നാലും അയാൾ പറയാണ് എനിക്ക് കടല വേണ്ട എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അയാൾ വീണ്ടും ചോദിക്കും എന്റെ കുട്ടിക്ക് ഒരു കടല ഞാൻ ഫ്രീ ആയിട്ട് തരികയാണ്, നീ മരിക്കണ്ട, മരിക്കുന്നതിന് മുമ്പേ വെറും വയറുമായിട്ട് മരിക്കണ്ട, വയറിനകത്ത് ഒന്നുമില്ലാതെ എന്റെ കുട്ടി മരിക്കണ്ട, ഒരു പാക്കറ്റ് കടല നീ എടുത്തോ, ഫ്രീ ആയിട്ട് എടുത്തോ, എന്റെ കുട്ടി വയറിനകത്ത് ഒന്നുമില്ലാതെ എന്റെ കുട്ടി മരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ അവള് തിരിഞ്ഞിട്ട് ചൂണ്ടിക്കൊണ്ട് അയാളോട് ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞേ എന്റെ വയറിനകത്ത് ഒന്നുമില്ലെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്കറിയോ എന്റെ വയറിനകത്ത്, എന്റെ ഉദരത്തിനകത്ത് ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അവളുടെ ആത്മരോഷം പൊട്ടി വരികയാണ്, ഒരു കുഞ്ഞുണ്ട്, അതാണ് ഞാൻ മരിക്കാൻ വന്നേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അത് ശരി, അപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, യാതൊരു വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന പുതിയ തലമുറയോടുള്ള ആക്ഷേപം. അത് ശരി, വയറിനകത്ത് ഒരു കൊച്ചു കുഞ്ഞുണ്ടല്ലേ, അപ്പൊ ആരാണ് അതിന്റെ ആള്? നീ പറ, നിന്റെ നാട്ടുകാരനാണോ, കൂട്ടുകാരനാണോ, വീട്ടുകാരനോ, ആരാണെങ്കിലും നീ പറ, അയാളെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ച് കാണിച്ചു തരാം. ഞാനൊരു സാധാരണ കടലക്കച്ചവടക്കാരനാണ്, എങ്കിലും എല്ലാ സാമൂഹ്യ പ്രവർത്തകരായിട്ടും നല്ല വ്യക്തികളുമായിട്ടും അടുത്ത ബന്ധമുണ്ട്, ആരുപയോഗിച്ചിട്ട് വേണമെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കാം എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, അയാളെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ചേട്ടാ, എന്റെ അച്ഛനെ കൊണ്ട് നിങ്ങൾക്ക് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ സാധിക്കുമോ? അതുവരെയുള്ള തമാശയൊക്കെ അവിടെ പോയി. ആ കടലയുടെ പാത്രം വലിച്ചെറിഞ്ഞിട്ട് ആ മനുഷ്യനൊരു വിളി വിളിച്ചിട്ടുണ്ട്, എന്റെ പടച്ചവനെ ഞാൻ എന്താണ് കേൾക്കുന്നത്, മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാനൊരു ഉപ്പയാണ്, നിന്റെ അച്ഛനാണ് അത് ഉത്തരവാദി എന്ന് നീ പറയുന്നത് സത്യമാണോ എന്ന് പറഞ്ഞ് 1 മിനിറ്റ് അയാള് നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു മോളെ
നീ മരിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. മരിക്കണമെങ്കിൽ അത് നിനക്കും സാധിക്കും, എനിക്കും സാധിക്കും. ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് ആണിനും സാധിക്കും, പെണ്ണിനും സാധിക്കും. പക്ഷെ പ്രസവിക്കണമെങ്കിൽ അതൊരു സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നു മോളെ, നീ ആ കുഞ്ഞിനെ പ്രസവിക്കണം. എന്നിട്ട് അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്ത ആ പിശാചിന്റെ മുന്നിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കൊടുക്കുക കുഞ്ഞിനെ. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആ മൃഗം പഠിക്കട്ടെ എന്ന് പറഞ്ഞത് വെറും ഒരു ഡോക്യുമെന്ററി അല്ല മക്കളെ. മഞ്ചേരി കോടതിയിൽ 2 വർഷം മുമ്പേ ഇതുപോലെ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായ ഒരു സ്ത്രീ, ആ കോടതി ആ കേസ് പരിഗണിച്ചപ്പോ അതിന്റെ പ്രതിയെ കോടതി ശിക്ഷിച്ചപ്പോ ശിക്ഷിക്കപ്പെട്ട പ്രതി സ്വന്തം പിതാവായിരുന്നു. എങ്ങനെയാണ് ഒരു അച്ഛന് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത്? എന്റെ മോളൊക്കെ, എന്റെ ഭാര്യ ഒന്ന് അടിക്കാൻ വന്നാൽ പോലും അവൾ ഓടി വന്ന് അമ്മയെ വെട്ടിച്ച് ഓടി വന്നിട്ട് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എന്റെ അരയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കും. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് ഒരു നോട്ട ഇങ്ങനെ. അവൾക്കറിയാം അവളുടെ അമ്മയെന്നല്ല, അവളുടെ ആരെന്നല്ല, ഈ ലോകത്ത് ഒരാളും അവളെ തൊട്ടു പോകില്ല എന്ന് അവൾക്കറിയാം. കാരണം അവളുടെ അച്ഛന്റെ കാൽ ചുവട്ടിലാ നിൽക്കണേ. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. അത് അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് പിതാവിന്റെ കാൽച്ചുവട്ടിലാണ് അഭയം. ഒരൊറ്റ ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എന്റെ മോളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിലോ, അതെന്റെ മോളല്ല എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണെങ്കിലോ, ഞാനും അങ്ങനെ ആയേക്കാം, നിങ്ങളും അങ്ങനെ ആയേക്കാം, ആരും അങ്ങനെ ആയേക്കാം. ലഹരിക്ക് അടിമപ്പെട്ടാൽ ആരും അങ്ങനെ ആയേക്കാം. തിരിച്ചറിവ് നഷ്ടപ്പെട്ട് സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാതെ നമ്മൾ മാറിയേക്കാം. അപ്പൊ ആ ലഹരിയിലേക്ക് നമ്മൾ എത്തരുത്, നമ്മുടെ കൂട്ടുകാരെത്തരുത്, നമ്മുടെ സമൂഹം എത്തരുത്. ആ സത്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഷെയർ ദ ഫാക്ട്സ്. അതാണ് ഈ കൊല്ലത്തെ നമ്മുടെ ലോഗോ, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് നന്മ വരട്ടെ. എല്ലാ മക്കളും, ഇതിലിരിക്കുന്ന എല്ലാ മക്കളും, ഞാനൊരു 5-6 കൊല്ലം ആണ് എനിക്ക് ഇനി സർവീസ് ഉള്ളത്. എനിക്ക് ഇതിലിരിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, മക്കളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ പ്രായത്തിലുള്ള മോന് എനിക്കുണ്ട്. ഒരൊറ്റ കാര്യം, ഞാൻ ഈ 6 കൊല്ലം 7 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതിലൊരു 10 പേരെങ്കിലും, ഇതിൽ മുഴുവൻ പേരും വേണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ മുഴുവൻ പേരും വേണമെന്നാ പറയാം. പക്ഷെ ഞാൻ 10 പേരെങ്കിലും ഞങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ആ ക്യാബിനകത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന ആ തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വളർന്നു വരണം. ഞാൻ കയറിയിട്ട് അനുവാദം ചോദിച്ചിട്ട് വരും നിങ്ങളുടെ ഓഫീസിലേക്ക്. പുറത്ത് പാറാവ് ഇങ്ങനെ നിൽക്കുന്ന പോലീസുകാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഞാനൊന്ന് കയറിക്കോട്ടെ, ഞാനൊരു എക്സൈസ് ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്യാബിനകത്തേക്ക് കയറി വന്ന് സല്യൂട്ട് ചെയ്യാൻ ഉള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരും എന്ന പ്രതീക്ഷയോടെ ഞാൻ തൽക്കാലം നിർത്തുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. നന്ദി. Thank you so much, sir. We Okay, express thank you. sincere gratitude to hear the relevant facts about drugs and real-life incidents from you. I do believe all those people who have been listening to you will consider your words deeply. Thank you, sir. Okay. Now it's time for the interactive session. Participant may please ask your doubts to our resource person. You can post your queries in the chat box or just ask by unmuting your mic, please. സർ, ഞാൻ പറഞ്ഞോട്ടെ? ഹലോ. പറഞ്ഞോളൂ. സാറേ, ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഒന്നും കാണാനില്ല. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല. അത്രയും നന്നായിട്ട്, അത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്റ്റോറീസും പോയിന്റ്സും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു, കുട്ടികളുടെ ടേംസിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം സാറേ. നമുക്ക് ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമായി നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സാറിനെ വെച്ചിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യണു. അപ്പൊ നമുക്ക് വളരെ സന്തോഷം. ഇത്രയും ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഐഡിയാസും ഒരുപാട് ഫാക്ടുകളും എത്തിക്കാൻ സാറ് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ലാമിയ. Thank you, sir. Thank you. Lastly, I invite convener Jeevanam Anti-Narcotic Cell, Srimati Rahina KM, to deliver the vote of thanks. Ma'am, please. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോ നമ്മുടെ ലഹരി എന്നുള്ള ഈ മഹാദുരന്തത്തെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള രീതിയിൽ, അതായത് തൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ള അനുഭവ സാക്ഷ്യങ്ങളിലൂടെ, മനോഹരമായ വരികളിലൂടെ ലഹരിയുടെ വ്യക്തിപരമാവും
വ്യക്തിപരമായും സാമൂഹ്യപരമായും ഉള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തന്ന നമ്മുടെ കുട്ടികളെ അതിന്റെ എല്ലാ ദോഷഫലങ്ങളെ കുറിച്ചും യഥാർത്ഥ രീതിയിൽ ഉദ്ബോധിപ്പിക്കുന്ന തരത്തിൽ ഉള്ള തന്റെ വാക്കുകളിലൂടെ ഈ ലഹരിയുടെ ഭവിഷ്യത്തുകളെ വിശദീകരിച്ച് തന്ന സാറിനോട് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ജീവനം ആന്റി നാർക്കോട്ടിക്സ് ക്ലബിന്റെ പേരിലും NSSന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ പേരിലും MES പൊന്നാനി കോളേജിന്റെ പേരിലും സാറിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിൻസിപ്പൽ അജിംസ് പി മുഹമ്മദ് സാർ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും പ്രചോദനമായിട്ടുള്ള സാറിന് ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ആശംസകൾ അറിയിച്ച നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സെക്രട്ടറി റഷീദ് ക, NSS കോർഡിനേറ്റർ മുജീബ് സാർ, ഈ പരിപാടിയിൽ സ്വാഗതം അർപ്പിച്ചിട്ടുള്ള NSSന്റെ കോർഡിനേറ്റർ ആശു ടീച്ചർ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് HOD നുസ്രത്ത് ടീച്ചർ, പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച കമ്പ്യൂട്ടർ സയൻസിലെ തന്നെ അനീഷ ടീച്ചർ, പിന്നെ ഇതിന്റെ പുറകിൽ കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും തന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സർ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് പറയട്ടെ? പറയൂ. അനുശ്രീയാണ് ചോദിച്ചിരിക്കുന്നത്. സർ, ഈ ലഹരി എന്തുകൊണ്ട് ഗവൺമെന്റ് നിർത്തലാക്കുന്നില്ല? ഗവൺമെന്റ് തന്നെയല്ലേ ഇത് ഇറക്കുന്നത്? ഈ സാർ പറഞ്ഞ ഈ സ്റ്റോറികൾ കേൾക്കുമ്പോൾ നാളെ നമ്മളും ഇതിനൊരു ഇരയാവുമോ എന്ന പേടിയാണ് എല്ലാവർക്കും. അതെ. ഗവൺമെന്റ് എന്തുകൊണ്ട് നിർത്തലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഒറ്റയടിക്ക് നിർത്തലാക്കിയ, ഞാൻ പറഞ്ഞല്ലോ, ഈ വിത്ഡ്രോവൽ എന്ന് പറഞ്ഞ ഒരു മാരകമായിട്ടുള്ള ഒരു അവസ്ഥ തരണം ചെയ്യേണ്ടി വരും. ഇതിപ്പോ ഈ കാലത്ത് തുടങ്ങിയെന്നല്ല, അനാദികാലം മുതൽ ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് ഇപ്പോ മുഗൾ രാജവംശം ഭരിക്കുന്ന കാലത്ത് പലപ്പോഴും മദ്യപിച്ചിട്ട് ആരെങ്കിലും പുറത്ത് കണ്ടാൽ പോലും അവരെ പിടിച്ച് ജയിലിലിടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും അന്ന് നിർത്തലാക്കാൻ പറ്റിയില്ല. അപ്പോൾ നിർത്തലാക്കിയാലും ഇല്ലിസിറ്റ് ആയിട്ട് ഒരുപാട് ഇറങ്ങും. ഇറങ്ങുമ്പോൾ അത് നിയന്ത്രിക്കാൻ പക്ഷേ ഒറ്റയടിക്ക് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കില്ല. പോലീസ് ആയാലും എക്സൈസ് ആയാലും സാധിക്കില്ല. ഇല്ലിസിറ്റ് ഒരുപാട് ഇറങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലും വലിയ അപകടങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിന്റെ പുറകിൽ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. അപ്പൊ ഒറ്റയടിക്ക് നിർത്തിയാൽ അതിനൊക്കെ ബാധിക്കും എന്നതുകൊണ്ട് ആയിരിക്കാം നിർത്തലാക്കാത്തത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മള് സർക്കാരിന്റെ നയങ്ങൾ ഓരോ നയങ്ങളല്ലേ, അപ്പൊ അതിന് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പറയാനും പറ്റില്ല. നമുക്കൊന്നേ ചെയ്യാൻ പറ്റൂ, നമ്മൾ പേടിക്കണ്ട. നമ്മൾ അത് വേണ്ട എന്നുള്ള നോ പറയാനുള്ള തന്റെ ഇടം നമുക്ക് ഉണ്ടായാൽ മതി. ഇപ്പോ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. പിന്നെ ഞാന് ഇത്രയും കാലം ഈ ലഹരി മരുന്നിന്റെ ഇടയിലും മദ്യക്കുപ്പികൾ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അത്ര അധികം മദ്യക്കുപ്പികളുടെ ഇടയിലൂടെ നടന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഒരു ലഹരിയും എന്റെ ജീവിതത്തിലോ എന്റെ ചുണ്ടിലോ എന്റെ ശരീരത്തിലോ തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു തന്റെ ഇടം നമുക്ക് സ്വയം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള, സാധിച്ചാൽ പിന്നെ എത്ര വലുതുണ്ടെങ്കിലും നമ്മളത് പ്രലോഭനം വന്നാലും നമ്മളതിലേക്ക് പോവില്ല. അപ്പൊ പേടിക്കുന്നു വേണ്ട, നമുക്ക് അതിനെതിരെയുള്ള തന്റെ ഇടം ഉണ്ടായാൽ മതി. പിന്നെ സർക്കാരിന്റെ നയങ്ങളെ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പറയാൻ പാടില്ല. അറിയാലോ, ഒരു യൂണിഫോം ഇട്ട് ഇരുന്നു കൊണ്ടേ. ഓക്കെ സർ, താങ്ക് യു. ഹലോ സാർ. പറയൂ. സാർ മിൻഷി ടീച്ചറാണേ. ടീച്ചറെ പറയൂ. മിൻഷി ടീച്ചറാണ്. അതെ. ഇപ്പൊ പൊന്നാനിയാണല്ലോ അല്ലേ? പൊന്നാനിയാണ്. എനിക്ക് സാറെ കാണാൻ പറ്റിയില്ലേ? സാറും പൊന്നാനി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് കോളേജിൽ ഇപ്പൊ ഇങ്ങനെ ക്ലബുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വിമുക്തിയുടെ കീഴിൽ നമുക്ക് ഈ ക്ലബിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മളങ്ങനെ വളാഞ്ചേരിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വിമുക്തിയുടെ കീഴിൽ കൊണ്ടുവന്നാല് നമുക്ക് ഇപ്പോഴും ഫണ്ടുകൾ ഉണ്ടോ അതിനുള്ള? നമുക്ക് ഒരു വർഷം ഒരു ഫണ്ട് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ. ഫണ്ടുകൾ ഇപ്പൊ അടുത്തൊന്നും ഫണ്ട് വന്നില്ലേ ടീച്ചർ? കഴിഞ്ഞ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രളയം ഇപ്പൊ ഈ കോവിഡിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടേ സർക്കാരൊക്കെ ഒരുപാട് സാമ്പത്തിക പ്രശ്നം വന്നുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഇതില് ഫണ്ട് നമുക്ക് നേരിട്ട് സ്കൂളിൽ കോളേജിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്നാണ് എന്റെ അറിവ്. പക്ഷെ അതൊക്കെ വരും. കാരണം ഇത് സർക്കാർ അത് നിർത്തലാക്കില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും അതിന്റെ ഗുണം നമ്മുടെ കോളേജിന് കിട്ടും. അപ്പൊ വിമുക്തിയുടെ കീഴിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണ്ടേ ഇതിന്? വേണം. അതിന് ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആണല്ലേ? നമ്മുടെ അതില് അവിടെ ഉണ്ടല്ലോ, പൊന്നാനി MES കോളേജ് ഉണ്ടല്ലോ. ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. ഞാൻ വന്നിട്ട് അതിന്റെ അയച്ചു തരാം, ടീച്ചറെ അടുത്ത് അയച്ചു തരാം.
അല്ല റഹീന ടീച്ചർക്ക് അങ്ങനെ കൊടുത്താൽ ഞാനല്ല ടീച്ചറാണ് ചാർജ്. ആ ആയിക്കോട്ടെ പിന്നെ ഞാൻ അതല്ല ഇപ്പൊ ഗവൺമെന്റ് ഇതിനെ കുട്ടികൾക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലബിന്റെ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഉണ്ടോ? അന്ന് പണ്ട് അവാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ നല്ല ക്ലബിന് അവാർഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇപ്പോഴും? ഇപ്രാവശ്യം ഈ 1-2 കാര്യങ്ങൾ വന്നിരുന്നു. അത് അവിടെ എത്തിയിട്ടില്ലേ. ഞാൻ മൊത്തത്തിൽ അവിടുന്ന് എല്ലാവർക്കും അയച്ചിരുന്നു എന്നാണ് എന്റെ ഒരു ഇത്. ഈ അവരെ ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിച്ചിട്ടേ ഷോർട്ട് ഫിലിം ഉണ്ടാക്കാനുള്ള മത്സരങ്ങൾ പങ്കെടുപ്പിച്ച് അതിന് സമ്മാനം, അതിന് 1ാം സ്ഥാനം കിട്ടിയ ആൾക്ക് പ്രൈസ് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു വന്നത് ഇപ്രാവശ്യം. അത് അവിടെ എത്തിയില്ലെങ്കിൽ സോറി, ഞാൻ എങ്ങനെയാ അത്. അല്ല എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതാണ്. ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാനല്ലല്ലോ ചാർജ്. ഉണ്ട്. കുട്ടികളെ കുട്ടികളെ നമുക്ക് പ്രൊമോട്ട് ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലേ നമുക്ക് പറ്റുള്ളൂ. നേരത്തെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ താങ്ക് യു സർ. സർ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ട് ചോദിക്കട്ടെ? പറയൂ. സർ, നമ്മൾ അറിയാതെ ട്രാപ്പിലാകുന്നവരോട് എങ്ങനെ നോ പറയാം എന്നാണ് ഐശ്വര്യ ചോദിച്ചത്. കേട്ടില്ല, ഒന്നുകൂടി പറയോ? അറിയാതെ ഈ ഡ്രഗ് അഡിക്ഷനിൽ വീണ് ട്രാപ്പ് ആവുന്നവരെ എങ്ങനെ അവരോട് നോ പറയുന്ന? അറിയാതെ നിർത്തണം, തിരിച്ചു വരണം എന്നൊക്കെ. അത് അങ്ങനെയുള്ള ആൾക്കാർ അതുകൂടി ഇതിൽ പറയേണ്ടത് തന്നെയാണ്. അതായത് അറിയാതെ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതുകൂടി നമ്മുടെ നാർക്കോട്ടിക് ക്ലബിന്റെയും NSSന്റെയും മറ്റുള്ള NCC പോലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ചുമതല എന്താ അറിയോ? അവരെ കണ്ടെത്തിയിട്ട് അവരെ നമ്മൾ ആദ്യം അവർ രക്ഷിതാക്കളുടെ അടുത്ത് സൗമ്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കുക. ആദ്യം അധ്യാപകരുടെ അടുത്ത് പറയാ, പിന്നെ രക്ഷിതാക്കളുടെ അടുത്ത് പറയാ. അങ്ങനെ ആ രക്ഷിതാക്കളെ കൊണ്ട് നല്ല കൗൺസിലർമാരുടെ അടുത്ത് കൊണ്ടുപോവുക. അതായത് ഗവൺമെന്റിന്റെ കീഴിൽ, വിമുക്തിയുടെ കീഴിൽ തന്നെ കൗൺസിലർമാരുണ്ട്. അവരുടെ കയ്യിലും അത് ഒതുങ്ങില്ല എന്നുണ്ടെങ്കിൽ വിമുക്തിയുടെ ഓരോ ജില്ലയിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ആ സെന്ററിൽ കൊണ്ടുപോയാൽ അവിടെ സൈക്കാട്രിസ്റ്റ്, നല്ല ഡോക്ടർമാരുണ്ട്. അവിടെ കിടത്തിയിട്ടുള്ള ചികിത്സ ഉണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ ചികിത്സ അവർക്ക് കിട്ടും. അത് അവർക്ക് നേടിക്കൊടുത്തിട്ട് അവിടെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ പലരും ഒരു മടിയുണ്ട്, ഇതൊരു മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തുവോ, അല്ലെങ്കിൽ അങ്ങനെ കാലാകാലം അവൾക്ക് ഭ്രാന്ത അല്ലെങ്കിൽ അവന് ഭ്രാന്തായിരുന്നു എന്ന് പറയോ എന്നൊക്കെ പേടിയുണ്ട്. പക്ഷെ അത് നമ്മൾ ചികിത്സ കൊടുത്തില്ലെങ്കിൽ അവൻ ഭ്രാന്തനായി മാറും എന്നുള്ളതാണ് കുഴപ്പം. അതുകൊണ്ട് നമ്മൾ അവരെ ഈ വേണ്ട ചികിത്സയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അവരെ കൈ പിടിച്ച് കൊണ്ടുപോവുക. അതാ ചെയ്യാൻ പറ്റൂ. അതിനുള്ള സംവിധാനം സർക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പൊന്നാനിന്ന് 80 പേരെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതില് ഒരു 70% കുട്ടികളായിരുന്നു. ആ 70% രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ്, തിരിച്ചു പോന്നിട്ടുണ്ട്. Thank you, sir, for being so supportive. Okay. So it's time to conclude our program. I sincerely thank each one of you who took the initiative to be a part of this wonderful webinar on behalf of the entire community. Thank you, everyone. Okay, thank you. Thank you, sir. Thank you. അപ്പൊ ഞാൻ പതുക്കെ ലെഫ്റ്റ് ആവാണേ കേട്ടോ. Okay, sir.